വിഷയം പുരുഷനും സ്ത്രീയും. ആരാണ് പുരുഷൻ, ആരാണ് സ്ത്രീ എന്നുള്ളതാണ്. അപ്പോൾ ഈ ചോദ്യം അങ്ങനെ മനസ്സിലേക്ക് വരുമ്പോൾ ഇതായിരിക്കും നിങ്ങളുടെ മനസ്സിലൂടെ പോകുന്ന ചിന്തയല്ലേ? ഇതൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്തിനാണ് ഇപ്പം ഇവിടെ ഇത് പറയണത് അല്ലേ? ഇതൊന്നും കേൾക്കാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ ആദ്യമായിട്ട് അറിയുന്ന കാര്യങ്ങളോ, ഞാനൊരു പുരുഷനാണോ എന്ന് ഞെട്ടിത്തെറിച്ച് അത്ഭുതത്തോടെ ചിന്തിക്കുന്ന ആരെങ്കിലും, അല്ലെങ്കിൽ ഞാനൊരു സ്ത്രീയാണോ എന്ന് ആദ്യമായിട്ട് കേൾക്കുന്ന ആരും ഇവിടെ ഇല്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ പുരുഷന്മാരാണ്, നിങ്ങൾ സ്ത്രീകളാണ് എന്ന് പറയുമ്പോൾ ഇതിലിപ്പോൾ എന്തത്ര പുതുമ എന്നൊരു ചിത്രം തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലേക്കൊക്കെ വന്നേക്കാം. പക്ഷെ എന്നാലും അതിനപ്പുറത്തുള്ള കുറേ അർത്ഥതലങ്ങൾ അതിനുണ്ട്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് അല്പം ചിന്തിക്കാം. പണ്ട് വളരെ മഞ്ഞു മൂടിയ ഒരു കാലത്ത് ജർമ്മനിയിൽ 2 വിദേശികൾ വന്നു. അപ്പോൾ അവരെങ്ങനെ പോകുമ്പോൾ മൂടൽ മഞ്ഞാണ്, കാണുന്നില്ല, അവർക്ക് എവിടെയാണ് സ്ഥലം എന്നറിയില്ല. അപ്പോൾ അവർ ഒരു ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവർ വഴിതെറ്റി. അപ്പോൾ അവർ ഇങ്ങനെ നോക്കിക്കുമ്പോൾ ഒരു മനുഷ്യനോട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അയാളുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, ഞങ്ങൾ എവിടെയാണ് എന്ന് ഞങ്ങളോട് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം ഒരു വലിയ ഹൈ റാങ്കിങ് മിലിറ്ററി ഓഫീസറായിരുന്നു, അവിടുത്തെ കമാൻഡർ ഇൻ ചീഫായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു പരേഡൊക്കെ വീക്ഷിച്ചൊക്കെ നിൽക്കുമ്പോഴാണ് ഇവർ ചെല്ലുന്നത്. അപ്പോൾ അയാളുടെ ഈ ചോദ്യം ചോദിക്കാനായിട്ട് ഇവർക്കെങ്ങനെ ധൈര്യം വന്നു എന്നുള്ളതാണ് അയാളുടെ ചിന്ത. അയാൾ ചോദിച്ചു, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു. കാരണം ഇയാളുടെ അടുത്ത് സ്ഥലം ചോദിക്കാൻ പറ്റുന്ന ആളൊന്നുമല്ല, വലിയ മനുഷ്യനാണ്. അപ്പോൾ ഈ വന്ന ആൾക്കാർ പറഞ്ഞു, ഇയാളാരാന്ന് ഇയാൾക്കറിയില്ല, പിന്നെ നമ്മൾ എവിടെയാണെന്ന് ഇയാളോട് വെച്ചിട്ടുള്ള കാര്യമുണ്ടോ? അപ്പോൾ അയാളാരാന്ന് പോലും അറിയില്ല. ആ മനുഷ്യനോട് ഇതേതാ സ്ഥലം എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല എന്നവർ ചിന്തിച്ചു. അപ്പോൾ പുരുഷനാര് സ്ത്രീ ആര് എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ട, വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. മാത്രമല്ല ഇവിടെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട് നമുക്കല്ലേ. ഇവിടെ നിങ്ങൾ പുരുഷന്മാരായും നിങ്ങൾ സ്ത്രീകളായും ഒരുമിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്ന, അതിനുള്ള ഒരുക്കം നടത്തുന്ന ആളുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് അവിടെ വളരെ കൃത്യമാണ്. ഒരു പെർസ്പെക്റ്റീവ് എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? എന്താ പെർസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ, പല കാര്യങ്ങളുള്ളപ്പോൾ അതിൻ്റെ ഒരു റിലേറ്റീവ് മെരിറ്റും ഡീമെരിറ്റൊക്കെ വെച്ചിട്ട് അതിനെ വീക്ഷിക്കുന്ന ഒരു രീതിയെയാണ് നമ്മൾ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ഒരു വീക്ഷണമാണ്. എന്നുവെച്ചാൽ അതിൽ പല കാര്യങ്ങളുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഏത് കൂടുതൽ പ്രാധാന്യത്തോടെ കാണുന്നു, ഏതിന് കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നു എന്നുള്ളൊരാശയം അതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അതിന് വളരെ പ്രസക്തിയുണ്ട്, ഈ സമയത്ത് വളരെ പ്രസക്തിയുണ്ട്. ഒരു പെൺകുട്ടിയെ വിദേശത്തേക്ക് മാതാപിതാക്കൾ അയച്ചു, വിദ്യാഭ്യാസ ലോണൊക്കെ എടുത്ത് അയച്ചതാണ്. അപ്പോൾ കുറേ നാളുകൾക്ക് മുമ്പാണ്, അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത കാലത്താണ്. അപ്പോൾ അവൾ വിദേശ രാജ്യത്ത് എത്തിയ ഉടനെ തന്നെ അവർ എഴുത്തെഴുതി, ഞാനിവിടെ സേഫായിട്ട് എത്തി, ഞാൻ ഒരു ഹോസ്റ്റലിൽ കിട്ടി താമസിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. പിന്നീട് കുറേ കാലത്തേക്ക് ഒരു വിവരവുമില്ല. 5-8 മാസങ്ങൾ കഴിഞ്ഞു, ഒരു വിവരവുമില്ല. മാതാപിതാക്കൾ വളരെ പ്രയാസത്തിലായി, സങ്കടത്തിലായി, അവരങ്ങനെ കാത്തിരിക്കുകയാണ്, ഒരു എഴുത്തും വരുന്നില്ല. കുറേ 8 മാസം കഴിഞ്ഞപ്പോൾ പെൺകുട്ടി വീട്ടിലേക്ക് ഒരു എഴുത്തെഴുതി. അപ്പോൾ ഈ എഴുത്ത് കിട്ടിയപ്പോൾ മാതാപിതാക്കൾ വളരെ ആകാംക്ഷയോടെ എഴുത്ത് പൊട്ടിച്ച് വായിക്കുകയാണ്. അപ്പോൾ അതിൽ ആദ്യമേ എഴുതിയിരുന്നു, ഡിയർ മമ്മി ആൻഡ് ഡാഡി, നിങ്ങൾ പേടിക്കരുത്, നിങ്ങൾ ഈ എഴുത്ത് വായിക്കുന്നതിന് മുമ്പ് എവിടെയെങ്കിലും ഇരുന്നിട്ട് വായിക്കണം. കാരണം നിന്നാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്, ഇരുന്നിട്ട് വായിക്കണം ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അവരുടെ ചങ്കിടിപ്പൊക്കെ കൂടി അവർ വേഗം ഇരുന്നു. അതിനുശേഷം എഴുത്ത് വായിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നേരത്തെ എഴുതണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ നേരത്തെ എഴുതാൻ സാധിച്ചില്ല, ഞാനതിൽ ക്ഷമ ചോദിക്കുന്നു. കാരണം എനിക്ക് തലയിലുണ്ടായ ഒരു മുറിവും തലച്ചോറിലുണ്ടായ രക്തസ്രാവവും ഒക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ റിക്കവറി ആയി വരുന്നതേ ഉള്ളൂ. ആദ്യത്തെ ഞെട്ടൽ. പിന്നീട് താഴേക്ക് വായിച്ചു. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ, ഞാൻ 2ാം നിലയിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് ചാടി എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ എൻ്റെ കാലിന് ചെറിയൊരു ഫ്രാക്ചർ ഉണ്ടായി, അത് അടുത്ത ഞെട്ടൽ. അതിന് കാരണം എന്ന് വെച്ചാൽ, എൻ്റെ റൂമിൽ തീപിടുത്തം ഉണ്ടായിരുന്നു, തീപിടുത്തം ഉണ്ടായപ്പോഴാണ് ഞാൻ താഴേക്ക് ചാടിയത്. പിന്നെ തീപിടുത്തം കണ്ടുകൊണ്ട് ഒരാൾ, അപ്പുറത്ത് ഗ്യാസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഇത് കണ്ട് ഓടി വന്നു. അദ്ദേഹമാണ് എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. പിന്നീട് എന്നെ ശുശ്രൂഷിച്ചത് മുഴുവൻ ഇദ്ദേഹമാണ്. അതിനുശേഷം ഞാൻ റിക്കവറിയായി പുറത്തേക്ക് വന്നപ്പോൾ എനിക്ക് താമസിക്കുന്ന സ്ഥലമില്ലാത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് എന്നെ കൊണ്ടുപോയി. ഞങ്ങൾ അവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. പിന്നെ ഒരു വളരെ സന്തോഷമുള്ളൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഒരു വല്യപ്പനും വല്യമ്മയാവാൻ പോകുന്നു, ഞാൻ ഗർഭിണിയാണ്. ഞങ്ങളുടെ വിവാഹം ഞങ്ങൾ ഉടനെ അറിയിക്കാം, കാരണം അധികം കാലം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, അറിയിക്കാം. പിന്നെ നിങ്ങൾ വളരെ വിശാലതയുള്ള ആളുകളായതുകൊണ്ട് എനിക്കറിയാം, നിങ്ങൾക്ക് മറ്റൊരു വർഗത്തിൽപ്പെട്ട, ഒരു റേസിൽപ്പെട്ട ഒരു കുട്ടിയെ വളർത്താൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, നിങ്ങൾ അത്ര വിശാലതയുള്ള ആളുകളാണല്ലോ. അപ്പോൾ പിന്നെ ജാതിയും മതവും ഒന്നും നിങ്ങൾ ചിന്തിക്കുന്ന ആളുകളല്ല എന്നെനിക്കറിയാം, അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നെനിക്കറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും ഇരുന്ന് നന്നായല്ലോ. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ആ പെൺകുട്ടി പറഞ്ഞു, ഈ പറഞ്ഞതൊക്കെ നുണയാണ്, ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, ഞാൻ വീണിട്ടില്ല, എനിക്ക് തലയ്ക്ക് ഫ്രാക്ചർ ഉണ്ടായിട്ടില്ല, എൻ്റെ വീട്ടിൽ തീപിടുത്തം ഉണ്ടായിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ഒരു കാര്യം സംഭവിച്ചു, ഞാൻ എൻ്റെ പരീക്ഷയിൽ പൊട്ടി പാളീസായി.
അപ്പം ഞാൻ പരീക്ഷയിൽ പൊട്ടിപ്പാളീസായി നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ഇപ്പം നിങ്ങൾക്ക് എന്തൊരു ആശ്വാസമാണല്ലേ. ഇത്രയും വലിയ ദുരന്തങ്ങളൊന്നും സംഭവിച്ചില്ലല്ലോ, പാവം പരീക്ഷയിൽ തോറ്റല്ലേ ഉള്ളൂ, ഇത് വലിയ വിഷയമാണോ? അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? പരീക്ഷയിൽ തോറ്റു എന്ന് പറഞ്ഞ് ഇവിടെ വീട്ടിലേക്ക് അറിയിച്ചാൽ ഇവിടെ വാളും പരിചയമായിട്ട് ആൾക്കാർ നിൽക്കും അല്ലേ. പരീക്ഷയിൽ തോറ്റു, ഞങ്ങൾ പണം കൊടുത്ത് പഠിക്കാൻ പറഞ്ഞയച്ചിട്ട് അവൾ തോറ്റിട്ട് വന്നിരിക്കുന്നു എന്ന് പറയും അല്ലേ. അപ്പം ചില കാര്യങ്ങൾക്ക് ഒരു പെർസ്പെക്റ്റീവ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഏതിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഏതിനെ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആണിനെയും പെണ്ണിനെയും നീ ആണാണോ പെണ്ണാണോ എന്ന് പുറത്തിരിക്കുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും നിങ്ങൾക്ക് വട്ടല്ലേ നീക്കല്ലേ. പക്ഷെ ഇവിടെ ഇരുന്ന് പറയുമ്പോൾ അതിനൊരു പെർസ്പെക്റ്റീവ് ഉണ്ട്. കാരണം നിങ്ങൾ ആ ദൗത്യം എന്തെന്ന് മനസ്സിലാക്കി, ആരാണ് പുരുഷനെന്നും ആരാണ് സ്ത്രീ എന്ന് മനസ്സിലാക്കി ആ ദൗത്യം ഏറ്റെടുത്ത് അതിൻ്റെ പിൻബലത്തോടു കൂടി, ആ മനസ്സിലാക്കലുകളുടെ പിൻബലത്തോടു കൂടി നിങ്ങളൊരു വലിയ ദൗത്യം ഏറ്റെടുക്കാൻ പോവുകയാണ്. അതാണ് അതിൻ്റെ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം. നമ്മുടെ ചുറ്റും വളരെ വികലമായ നിരവധി ആശയങ്ങൾ നിറയുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാം, ഒരുപാട് ആശയങ്ങൾ നിറയുന്നുണ്ട്. ആരാണ് പെണ്ണ്, ആരാണ് പുരുഷൻ എന്ന് ചോദിച്ചാൽ ഇതിനെക്കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങൾ ചുറ്റുമുണ്ട്. ഈ അഭിപ്രായങ്ങൾ, ഈ പുരുഷത്വത്തെ സംബന്ധിച്ച് സ്ത്രീത്വത്തെ സംബന്ധിച്ച് ഉള്ള ഈ അഭിപ്രായങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമുക്ക് അങ്ങനെ കേവലം ഉപരിപ്ലവമായിട്ടുള്ള എന്തെങ്കിലും ഒരു അഭിപ്രായം എന്ന രീതിയിൽ തള്ളിക്കളയാൻ പറ്റാത്ത വിധം അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കാരണം നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമ്മുടെ സങ്കല്പങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം, നമ്മുടെ തിയോളജി ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ആരാണൊരു പുരുഷൻ എന്ന് അറിഞ്ഞാലേ പുരുഷന് ദൈവവുമായിട്ടുള്ള അവൻ്റെ ബന്ധം ഏറ്റവും നന്നായിട്ട് സൂക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, ബന്ധം പുലർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് വാസ്തവമാണ്. അതേപോലെ സുവിശേഷം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവണമെങ്കിൽ ഞാൻ പുരുഷനാണ്, ഞാൻ സ്ത്രീയാണ് എന്ത് അർത്ഥമാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യം അറിയണം. ലൈംഗികത തീർച്ചയായിട്ടും പുരുഷത്വവും സ്ത്രീയുമായിട്ട് ഏറ്റവും അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. നമ്മുടെ പരസ്പര ബന്ധങ്ങൾ, ഇതിനെല്ലാം ഇത് വളരെയധികം വലിയ ദൂരവ്യാപകമായിട്ടുള്ള ഇഫക്റ്റുകൾ ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ചുറ്റും നിറയുന്ന ഇതുപോലെയുള്ള വികല സങ്കല്പങ്ങളുടെ ഒരു കോണ്ടെക്സ്റ്റ്, ആ ഒരു പെർസ്പെക്റ്റീവ് കൂടി ഇവിടെ വ്യക്തമാണ്. അതുകൊണ്ടുകൂടിയാണ് നമ്മൾ പുരുഷനും സ്ത്രീയും ആര് എന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റും നിറയുന്ന കൺഫ്യൂഷൻസിനെ കുറിച്ച് വളരെ ചുരുക്കത്തിൽ ചില കാര്യങ്ങൾ വേഗം പറയാം. അപ്പോൾ പിന്നെ ഒരു ചില വാക്കുകൾ നിങ്ങൾ ധാരാളം കേൾക്കുന്ന ചില വാക്കുകളാണ്. പുരുഷ മേധാവിത്വം അല്ലേ, പുരുഷ മേധാവിത്വം, മെയിൽ ഷോവനിസം, അല്ലെങ്കിൽ പാട്രിയാക്കൽ സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറുണ്ടല്ലേ. സാധാരണ ക്യാമ്പസുകളിലൊക്കെ അങ്ങനെ ഹോരം കേൾക്കുന്ന പ്രസംഗങ്ങളാണല്ലേ. ഇതൊരു പാട്രിയാക്കൽ സൊസൈറ്റിയാണ്, ഇവിടെ പുരുഷ മേധാവിത്വമാണ്, സ്ത്രീകൾ എല്ലാ കാലത്തും അടിച്ചമർത്തപ്പെടുന്നു അല്ലേ. നല്ല നല്ല ആശയങ്ങളൊക്കെ അങ്ങനെ കേൾക്കാറുണ്ട്. അതേപോലെ പിന്നെ ഈ മാച്ചോ എന്നൊരു വാക്ക് കേൾക്കാറുണ്ടല്ലേ, മാച്ചോ മാൻ എന്നൊക്കെ പറയും. എന്താ അർത്ഥം? അങ്ങനെ എന്താ പറയുക, മസിലൊക്കെ കാണിച്ച്, സിക്സ് പാക്ക് മസിലൊക്കെ കാണിച്ച് അങ്ങനെ പോകുന്ന ഒരു പുരുഷൻ, അവരങ്ങനെ അണ്ടർവെയറൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ മാച്ചോ എന്നൊക്കെ ഒന്ന് പരസ്യം കണ്ടിട്ടുണ്ടല്ലേ. അങ്ങനെ പുരുഷത്വത്തിൻ്റെ പ്രതീകം അങ്ങനെയാണ്, അങ്ങനെ അബ്ഡമനൊക്കെ അങ്ങനെ സിക്സ് പാക്കൊക്കെ കാണിച്ച് നിൽക്കുന്ന പുരുഷൻ, അതാണ് പുരുഷൻ. അതേപോലെ ഫെമിനിറ്റി എന്ന് വെച്ചാൽ എന്താണ്, അതിനെക്കുറിച്ച് വളരെ വികലമായിട്ടുള്ള ആശയങ്ങൾ ചുറ്റുമുണ്ട്. മറ്റൊരു വാക്ക് ഹെറ്ററോ നോർമറ്റീവ് എന്നൊരു വാക്കാണ്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹെറ്ററോ നോർമറ്റീവ് അതൊരു രസകരമായ വാക്കാണ്. എന്ന് വെച്ചാൽ ഈ ഹെറ്ററോ എന്ന് വെച്ചാൽ വാക്കിനെ കുറിച്ച് അറിയാമല്ലോ, എതിർ എന്നുള്ള വർക്കമാണ്. ഹോമോ എന്നതിൻ്റെ ഓപ്പോസിറ്റാണ് ഹെറ്ററോ. അപ്പോൾ ഹെറ്ററോ നോർമറ്റീവ് എന്ന് വെച്ചാൽ എതിർ ലിംഗത്തോടുള്ള താല്പര്യം, അല്ലെങ്കിൽ പുരുഷന് സ്ത്രീയോടും സ്ത്രീക്ക് പുരുഷനോടുമുള്ള താല്പര്യം, അഭിനിവേശം, അതാണ് ഈ ഹെറ്ററോ നോർമറ്റീവ് എന്നതിൻ്റെ അർത്ഥം. ഇതാണ് നോർമറ്റീവ് എന്നാണ് പൊതുവിൽ ചിന്തിച്ചു വരുന്നത്. അപ്പോൾ അതല്ല എന്നാണ് ഇന്നത്തെ കാലത്ത് പറയുന്നത്. ഈ ഹെറ്ററോ നോർമറ്റീവിസം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, പഴഞ്ചൻ സംഭവമാണ്, ഒരു പഴഞ്ചൻ സംഭവമാണ്. ഇന്ന് ആ കാലമൊക്കെ പോയി. ഇത് ഹെറ്ററോനോർമറ്റീവ് എന്ന് പറയുന്ന ആൾക്കാർ ഏതോ പുരാതന ശിലായുഗ ജീവികളാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അപ്പോൾ എതിർലിംഗ തൽപരതാ നിയമം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതാണ് ലോകത്തിൽ എല്ലായിടത്തും കാണുന്നത്. പുരുഷൻ സ്ത്രീയോടും സ്ത്രീക്ക് പുരുഷനോടും, അതേപോലെ തന്നെ ജീവികളിലൊക്കെ ആണെങ്കിലും എതിർലിംഗങ്ങളോട് തമ്മിലുള്ള താല്പര്യമുണ്ട്. ഈ താല്പര്യം ഇത് പണ്ടെന്തോ ആരോ പറഞ്ഞു വെച്ചതിൻ്റെ അബദ്ധം തുടരുകയാണ്, അല്ലാതെ ഇങ്ങനെ നോർമറ്റീവായിട്ടൊന്നും അതിനെക്കുറിച്ച് കാണേണ്ട കാര്യമില്ല എന്നാണ് ആളുകൾ ചിന്തിക്കുന്നത്. ബോൺ ദിസ് വേ എന്നൊരു വാക്ക് കേട്ടില്ലേ അല്ലേ? ബോൺ ദിസ് വേ, ഇത് ആര് പറയുന്ന വാക്കാ? ബോൺ ദിസ് വേ എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു പ്രയോഗമാണ്. എന്ന് വെച്ചാൽ ഈ LGBT സംഭവങ്ങളൊക്കെ പറയുമ്പോൾ അവർ പറയുന്ന ഒരു പ്രസ്താവനയാണ്, ഈ LGBT താല്പര്യങ്ങൾ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ താല്പര്യങ്ങൾ, ഭിന്നലിംഗ അഭിരുചി എന്നൊക്കെ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരങ്ങനെ ജനിച്ച ആളുകളാണ്.
ജന്മനാ തന്നെ അവരുടെ ജെനറ്റിക്കൽ ആയിട്ടുള്ള ചില പ്രത്യേകതകൾ കൊണ്ട് തന്നെ അവർക്ക് എതിർലിംഗത്തോടല്ല അവരുടെ സ്വലിംഗത്തോടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തോടൊക്കെ ആയിരിക്കും താല്പര്യം. അതിന് കാരണം അവർ ആ രീതിയിൽ ജനിച്ച ആളുകളാണ്, ബോൺ ദാറ്റ് വേ, ആ രീതിയിലാണ് അവർ ജനിച്ചത് എന്നാണ് പല ആളുകളും നമ്മളെ പഠിപ്പിക്കാൻ തോന്നുന്നത്. അങ്ങനെ ജനിച്ചാൽ പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അല്ലേ? അങ്ങനെയാണ് ജനിച്ചെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും വഴിയുണ്ടോ? ഒരാൾ ജനിച്ചപ്പോൾ അയാൾക്കൊരു പ്രശ്നമുണ്ട്, ജന്മനായുള്ള പ്രശ്നമല്ലേ, മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റില്ല, കാരണം അയാൾ അങ്ങനെ ജനിച്ചു പോയി. അപ്പോൾ ബോൺ ദിസ് വേ എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഒരു കവചമാണ് എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിനും എന്ത് രീതിയിൽ താല്പര്യങ്ങൾ പ്രകടിപ്പിക്കുന്നതിനും. ഇങ്ങനെ ജനിച്ചു പോയില്ലേ, പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഇതിലൊരു മാറ്റവും വരുത്താനായിട്ട് സാധിക്കില്ലല്ലോ എന്ന രീതിയിൽ ഉള്ള ചിന്തകൾ അത് നമ്മുടെ ചുറ്റും വളരെയധികം വ്യാപിച്ചിരിക്കുന്ന ഒരു ചിന്തയാണ്. അതേപോലെ ജെൻഡർ വേഴ്സസ് സെക്സ്, ഈ ഒരു കാര്യവും ഈ ആശയങ്ങളും വളരെ നമ്മുടെ നാട്ടിൽ പ്രബലമാണ്. ജെൻഡർ, ഒരു കാര്യം ചോദിക്കട്ടെ, ജെൻഡർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നൊന്ന് പറയാമോ? മനസ്സിലാവുന്ന ഭാഷയിൽ. ഇത്രമാത്രം കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു വാക്കില്ല വാസ്തവത്തിൽ, ഇത്രമാത്രം അർത്ഥം വ്യക്തമല്ലാത്തൊരു വാക്കില്ല. സെക്സ് വളരെ ക്ലിയറാണ്. ഒരാളുടെ ലിംഗം ഏതെന്ന് ചോദിച്ചാൽ ഒരു ബുദ്ധിമുട്ടുമില്ല പറയാൻ, സാധാരണ കേട്ടോ, സാധാരണ മനുഷ്യന്മാർക്ക്. അതേസമയം ജെൻഡർ എന്ന ആശയത്തെ നമുക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ജോർഡൻ പീറ്റേഴ്സൺ അതിനെക്കുറിച്ച് രസകരമായ പ്രസ്താവന പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇത്രമാത്രം വ്യക്തതയില്ലാത്ത, ഇത്രമാത്രം അർത്ഥക്ലിപ്തതയില്ലാത്ത മറ്റൊരു വാക്ക് ഞാൻ കേട്ടിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അതിനേക്കാൾ നല്ല വാക്ക് ഒരുപക്ഷെ ടെമ്പർമെൻ്റ് എന്ന വാക്കാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു പുരുഷന് ഒരുപക്ഷെ സ്ത്രൈണ ടെമ്പർമെൻറ്റുകൾ ഉണ്ടായേക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ചിന്തിക്കുന്നതാണ് അതിന് കുറച്ചും എളുപ്പം എന്ന് പറഞ്ഞു. ഒരു സ്ത്രീക്ക് കുറച്ചും കൂടെ ഒരു പുരുഷ ടെമ്പർമെൻറ്റുകൾ, ആ ടെമ്പർമെൻ്റ് എന്ന വാക്കുണ്ടല്ലോ, അതും ഈ പറഞ്ഞ പോലത്തെ ഒരു വാക്കാണല്ലോ. അപ്പോൾ ആ ഒരു പ്രത്യേകതകൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. അങ്ങനെ മനസ്സിലാക്കുന്നതാണ് കുറച്ചും കൂടി എളുപ്പം. ഈ ജെൻഡർ എന്ന വാക്കിന് ഒരു കൃത്യമായിട്ടുള്ള ഉത്തരവും പറയാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ഉത്തരം പറയാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ, പക്ഷെ അത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു വാക്കുണ്ട്, സെക്ഷുവൽ ഡൈമോർഫിസം എന്ന വാക്ക്. എന്താ അതിൻ്റെ അർത്ഥം കേട്ടിട്ടുണ്ടോ? മോർഫോളജി എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? മോർഫോളജി, അനാട്ടമി എന്നൊക്കെ പറയുന്ന സാധനമാണ്. അപ്പോൾ സെക്ഷൽ ഡൈമോർഫിസം എന്ന് വെച്ചാൽ ഒരു ലിംഗപരമായ ഒരു ദ്വന്ദ്വ സ്വഭാവം എന്ന് വെച്ചാൽ പുരുഷൻ സ്ത്രീ എന്ന രണ്ട് ദ്വയങ്ങൾ, ഡ്യുവൽ, രണ്ട് വ്യത്യസ്തമായിട്ടുള്ള രൂപഭാവങ്ങളോട് കൂടിയ മനുഷ്യർ, അതാണ് സെക്ഷൽ ഡൈമോർഫിസം എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ രണ്ട് പേരുടെ പേരവിടെ പറഞ്ഞിട്ടുണ്ട്, മണി ആൻഡ് കിൻസി. ഈ മണി എന്ന് പറയുന്നത് നമ്മുടെ പൈസയല്ല കേട്ടോ, ഒരാളുടെ പേരാണ്. ഈ രണ്ട് പേരുടെ പേരുകൾ പറയേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ഈ രണ്ട് മനുഷ്യന്മാരാണ് ഈ കൺഫ്യൂഷൻ എല്ലാം ഉണ്ടാക്കിയതിൻ്റെ പിന്നിലുള്ള രണ്ട് മനുഷ്യന്മാർ. അവർ മാത്രം എന്ന് ഒരുപക്ഷെ പറയാൻ സാധിക്കില്ല, പക്ഷേ ഇതിൻ്റെ ബഹുഭൂരിപക്ഷം സന്ദേഹങ്ങളും കൺഫ്യൂഷൻസും ഉണ്ടാക്കി വെച്ചത് ജോൺ മണി ആൻഡ് ആൽഫ്രഡ് കിൻസി എന്ന രണ്ട് ആളുകളാണ്. ഇവരെ ഈ പേര് കേട്ടിട്ടുണ്ടോ? കിൻസീസ് എക്സ്പെരിമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞ്, കിൻസീസ് സെക്ഷൽ തിയറീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാണാം. കിൻസീനെ റെഫർ ചെയ്യാത്ത പിന്നെ സൈക്കോളജി ബുക്കുകളൊന്നും ഉണ്ടാവില്ല. കാരണം ഇന്നത്തെ സൈക്കോളജിയും സെക്ഷൽ പ്രശ്നങ്ങളൊക്കെ ഈ കിൻസി സ്റ്റഡീസിനെ ബേസ് ചെയ്തിട്ടാണ് മിക്കവാറും എല്ലാം പോകുന്നത്. വാസ്തവത്തിൽ ഇതെന്താ ഈ സ്റ്റഡി എന്നോ എന്തിനു വേണ്ടിയാണ് നടത്തിയതെന്നോ ആളുകൾക്കറിയില്ല. ഇവരുടെ ഒബ്സർവേഷൻസ് ആണ് ഇന്നത്തെ നോർമേറ്റീവ് കാര്യങ്ങളായിട്ട് മാറിയിരിക്കുന്നത്, ഇന്നത്തെ ലോകത്തിൻ്റെ ചിന്തകളായിട്ട് മാറിയിരിക്കുന്നത്. അതിൽ വളരെ അതിൻ്റെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ അവരെ ശരിക്കും നമ്മുടെ നാട്ടിലാണെങ്കിൽ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിടേണ്ട ആൾക്കാരാണ്, ആജീവനാന്തം ജയിലിൽ കിടക്കേണ്ട ആൾക്കാരാണ് രണ്ടുപേരും. കാരണം ടോട്ടൽ ക്രിമിനൽ കുറ്റങ്ങളാണ് ഈ രണ്ടുപേരും ചെയ്തത്. ചൈൽഡ് അബ്യൂസ്, ചൈൽഡ് സെക്സ്, പോർണോഗ്രാഫി തുടങ്ങി സകലവിധ എക്സ്പെരിമെൻസും കുട്ടികളെ ഉപയോഗിച്ച്, ഇൻഫൻസിനെ ഉപയോഗിച്ച് ചെയ്ത ആളാണ് ഈ കിൻസി എന്ന് പറയുന്ന മനുഷ്യൻ. ഇൻഫൻറ്റൈൽ സെക്ഷുവാലിറ്റിയെക്കുറിച്ച് വലിയ സ്റ്റഡി നടത്തിയ മനുഷ്യനാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സെക്സ് ആസ്വദിക്കാൻ സാധിക്കുമെങ്കിൽ കുഞ്ഞുങ്ങൾക്കും പറ്റും, ഇൻഫൻസിനും പറ്റും. എന്നിട്ട് അവരെ അതിനു വേണ്ടിയുള്ള എക്സ്പെരിമെൻറ്റിലൂടെ കടത്തിവിട്ട് ഒരുപാട് കുഞ്ഞുങ്ങൾ, ഒന്നും രണ്ടുമല്ല, അങ്ങനെ സ്റ്റഡി നടത്തിയിട്ട് ഈ പേപ്പർ പ്രസിദ്ധീകരിക്കുമ്പോൾ വലിയ പേപ്പറാണല്ലോ, ലോകം മുഴുവൻ അംഗീകരിക്കുന്നത് വലിയ പേപ്പറായിട്ട് മാറി. ഈ ജോൺ മണിയും അതുപോലെ തന്നെ ചെയ്ത മനുഷ്യനാണ്. ജോൺ മണിയുടെ എക്സ്പെരിമെൻറ്റിൽ ഒരു ഇരട്ടകളെ വെച്ചിട്ടാണ് അദ്ദേഹം ജോൺ ഹോപ്കിൻസ് എന്ന വളരെ പ്രസിദ്ധമായ സർവകലാശാലയിലെ സെക്സോളജിസ്റ്റും
ഒരു ഡോക്ടറൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ തിയറി എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പണ്ടേ ഉള്ള ചിന്ത എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് ഈ നമ്മൾ പിന്നെ അനാട്ടമിയും ഫിസിയോളജിയും നമ്മുടെ ദൈവം സൃഷ്ടിച്ചതായിട്ടുള്ള നമ്മുടെ ഡിസൈനും ഒന്നുമല്ല നമ്മുടെ സെക്ഷുവാലിറ്റിയെ തീരുമാനിക്കുന്നത്. നമ്മൾ എങ്ങനെ കാര്യങ്ങൾ കാണുന്നു, എങ്ങനെ നമ്മൾ വളർത്തപ്പെടുന്നു, എന്താണ് നമ്മുടെ സമീപനങ്ങൾ, അതനുസരിച്ചാണ് സെക്ഷുവാലിറ്റി തീരുമാനിക്കപ്പെടുന്നത് എന്ന് ചിന്തിച്ച മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനയാണ് നോട്ട് നേച്ചർ ബട്ട് നർച്ചർ എന്ന വാക്ക്. എന്ന് വെച്ചാൽ ഒരാളെ എങ്ങനെ വളർത്തുന്നു, എങ്ങനെ അദ്ദേഹത്തെ പരിശീലിപ്പിക്കുന്നു, അതിനനുസരിച്ച് അയാളുടെ സെക്ഷുവാലിറ്റി മാറും എന്ന് പഠിപ്പിച്ച മനുഷ്യനാണ് ജോൺ മണി. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ നല്ലൊരു അവസരമായിരുന്നു ഒരു ഇരട്ടകളെ അദ്ദേഹത്തിന് കിട്ടി, ചെറിയ കുഞ്ഞുങ്ങളാണ്. അതിന് സംഭവിച്ച കാര്യം എന്ന് വെച്ചാൽ ഈ ഇരട്ടകളിൽ ഡേവിഡ് റീമർ, ബ്രയാൻ റീമർ എന്നാണ് 2 കുട്ടികളുടെ പേര്. ഈ കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ ഇവർക്കൊരു അസുഖം വന്നിട്ട് ഇവരുടെ സർക്കംസിഷൻ നടത്തേണ്ട ഒരു ആവശ്യം വന്നു. കുട്ടികൾക്ക് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്, മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട്. അപ്പോൾ സർക്കംസിഷൻ നടത്താൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ സർക്കംസിഷൻ നടത്തിയ ഡോക്ടർ ഒരു പുതിയ മെത്തഡോളജി ചെയ്തിട്ട് അദ്ദേഹം ഈ സർക്കംസിഷൻ നടത്തിയപ്പോൾ ഇലക്ട്രോ കോട്ടറി എന്ന് പറയുന്ന ഇലക്ട്രിക് കറണ്ട് ഉപയോഗിച്ച് സ്കിൻ കട്ട് ചെയ്യുന്ന ടെക്നോളജി ഉപയോഗിച്ചു. ഇദ്ദേഹം ആദ്യമായിട്ട് ചെയ്യുമായിരുന്നു. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരുത്തൻ്റെ സൂന പകുതി മുറിഞ്ഞുപോയി. എന്ന് വെച്ചാൽ അതിൻ്റെ പീനസ് 2ആയിട്ട് മുറിഞ്ഞുപോയി, പകുതി മുറിഞ്ഞുപോയി. ശരിക്കും ഫോർ സ്കിന്നാണ് എടുത്ത് കളയേണ്ടത്, അതിന് പകരം ഇത് പകുതി മുറിഞ്ഞുപോയി. അപ്പോൾ എന്താ സംഭവിച്ചത്, ഈ കുട്ടിയുടെ അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം മുറിഞ്ഞുപോയി. അപ്പോൾ എന്ത് ചെയ്തു, മാതാപിതാക്കൾക്ക് വളരെ സങ്കടമായി, എല്ലാവർക്കും ഭയങ്കര സങ്കടമായി. ഡോക്ടർ പറഞ്ഞു ഇനി ഇത് ചെയ്യാനില്ല എന്ന് പറഞ്ഞു. അവസാനം പിന്നെ കുറച്ച് കോമ്പൻസേഷൻ കൊടുത്തു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, ഈ കുട്ടിയെ വളർത്തണ്ടേ. അപ്പോൾ ഇവർ നിൽക്കുമ്പോഴാണ് ഈ ജോൺ മണി എന്നൊരാളുണ്ട്. ഇവർ കാനഡക്കാരാണ്, ഈ മാതാപിതാക്കൾ, കുട്ടികളെ കാനഡയിൽ നിന്നാണ്. അമേരിക്കയിൽ ജോൺ മണിയുണ്ട്, ഹോപ്കിൻസിൽ. അദ്ദേഹത്തെ പോയി കാണാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹമാണെങ്കിൽ ഇതുപോലെ ഒരാളെ കാത്തിരിക്കുകയായിരുന്നു. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് 2 ആൺകുട്ടികളാണ്, ഒരു ആൺകുട്ടിയെയും ഒരു പെൺകുട്ടിയെയും ഞാൻ നിങ്ങൾക്ക് തരാം. നല്ല ഓഫറല്ലേ അല്ലേ? 2 ആൺകുട്ടികൾ, അതിന് പകരം ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തരാം. പിന്നെ ഇയാളുടെ എക്സ്പെരിമെൻസ് ആണ്, ഫുൾ എക്സ്പെരിമെൻസ് ചെയ്തു. ഈ കുട്ടിയുടെ ബാക്കിയുള്ള പീനസ് കൂടി എടുത്തു കളഞ്ഞു. അവിടെ വെജേന പ്ലാസ്റ്റിക് നടത്തി വെജേന ഫിറ്റ് ചെയ്തു. അങ്ങനത്തെ കുറേ എക്സ്പെരിമെൻറ്റ്സ്, ഫീമെയിൽ ഹോർമോൺസ്, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോണൊക്കെ കുത്തിവെച്ചു. ഇവളെ പെൺകുട്ടിയാക്കി വളർത്തി, ഇവളുടെ ഡ്രസ്സ് മാറ്റി, പേര് മാറ്റി, എല്ലാ രീതിയിലും പെൺകുട്ടിയാക്കി വളർത്താൻ ശ്രമിച്ചു. ഇവൾ വളർത്താൻ ശ്രമിക്കും തോറും ഇവളല്ല എന്നും ഇവനാണ് എന്നുള്ള ബോധം കൊണ്ട് അവൻ അതിനോട് പ്രതിഷേധിച്ചുകൊണ്ടേയിരുന്നു. ഈ പ്രതിഷേധവും സമരവും വീട്ടിൽ ഭയങ്കര കോലാഹലങ്ങളും, ആ വീട് ഒരു യുദ്ധക്കളമായിട്ട് മാറി. ഇതിൻ്റെ ഇടയിൽ ഈ 2 പേരും തമ്മിലുള്ള യുദ്ധങ്ങൾ, അവരോട് പറഞ്ഞു കളിപ്പാട്ടങ്ങളൊക്കെ നിങ്ങൾ പെൺകുട്ടിയുടെ കളിപ്പാട്ടങ്ങൾ മാത്രം കൊടുക്കണം. ഇവൻ ആണാണ് ഉള്ളിൽ, അവനെ പെണ്ണാക്കാനായിട്ട് എല്ലാ ശ്രമങ്ങളും നടത്തി. അവസാനം ഒരു 10-12 വയസ്സുള്ള സമയത്ത് ഇവൻ വീട്ടിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. ആത്മഹത്യാ ഭീഷണിയെ, അപ്പനും അമ്മയും കൊല്ലു എന്നുള്ള ഭീഷണിയെ കൊടുക്കി കഴിഞ്ഞപ്പോൾ അമ്മ അറിയാതെ ഇവനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ജനിച്ചപ്പോൾ ഒരാളായിരുന്നു, നിനക്കിങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റി, നിന്നെ ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടാണ് നീ ഇങ്ങനെ ആയതെന്ന് പറഞ്ഞു. അപ്പോൾ വാസ്തവത്തിൽ ഇവർ വലിയ ആശ്വാസമായി. കാരണം എന്ന് വെച്ചാൽ ഇവൻ പെണ്ണാണെന്ന് എല്ലാവരും പറഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ ആണാണെന്നുള്ളത് അവൻ്റെ ഉള്ളിൽ എപ്പോഴും തികട്ടി വന്നുകൊണ്ടിരുന്ന കാര്യമായിരുന്നു. അതിൻ്റെ തെളിവ് അവൻ കിട്ടിയപ്പോൾ അവൻ പറഞ്ഞു, ഇപ്പോഴെനിക്ക് ആശ്വാസമായി എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ഇവർ പേടിച്ചാണ് പറഞ്ഞത്, പക്ഷേ അവന് തിരിച്ചാണ് തോന്നിയത്. പിന്നെ അവൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ തിരിച്ചാണാവാനുള്ള ശ്രമമാണ്. വീണ്ടും പോയി ഈ ഹോസ്പിറ്റലിൽ പോയി കുറേ കോമ്പൻസേഷനൊക്കെ മേടിച്ച് അതുകൊണ്ട് വീണ്ടും ഒരു റീഡു സർജറി നടത്തി ആണാവാനായിട്ട് വീണ്ടും ഫാലോപ്ലാസ്റ്റിയൊക്കെ ചെയ്ത് അങ്ങനെ പുരുഷാവയവങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഈ അവയവം ഒന്ന് ഫിറ്റ് ചെയ്താലൊന്നും വർക്ക് ചെയ്യുന്നില്ല കേട്ടോ, അത് വേറെ കാര്യം. അതിപ്പോൾ ശ്രമിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഉള്ള വലിയ മുന്നറിയിപ്പാണ്. അപ്പോൾ അങ്ങനെ ചെയ്തു. അദ്ദേഹം ഒരു പുരുഷനാവാനുള്ള ശ്രമം നടത്തി. വീണ്ടും പിന്നെ പുരുഷ ഹോർമോണുകളെ കുത്തിവെച്ച് ഇവൻ മസിലൊക്കെ പെരുപ്പിച്ച് വീണ്ടും ആണായി വന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഓർക്കുക, കുറേ സ്ത്രൈണ ഹോർമോണുകൾ ഇവർ കൊടുത്തിട്ടുണ്ട്. പിന്നീട് പുരുഷ ഹോർമോണുകൾ അഡീഷണൽ കൊടുത്തു. എല്ലാം കൂടെ ആയപ്പോഴേക്കും അവൻ്റെ ജീവിതം കോഞ്ഞാട്ടെ എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അവസാനം ഇവന് ആണും അല്ല പെണ്ണും അല്ലാത്തൊരു പരുവത്തിലായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വാർത്തകളൊക്കെ പുറത്തു വന്നപ്പോൾ ഇവനെ സഹായിക്കാൻ എന്ന മട്ടം ഒരു 10-30 വയസ്സുള്ള സ്ത്രീ ഇവനെ കല്യാണം കഴിക്കാൻ തയ്യാറായി വന്നു. അങ്ങനെ കല്യാണം കഴിച്ചു. അതിനുശേഷം അവർ തമ്മിൽ ഭയങ്കര ജഗട. എന്തായാലും 30-32 വയസ്സുള്ളപ്പോൾ അവൻ തലയ്ക്ക് വെടിവെച്ച് മരിച്ചു. ഇവൻ്റെ സ്വന്തം ഇരട്ട ആണായിട്ട് വളർന്നവൻ, അവനും ഇതിൻ്റെ ഇടയിൽ പ്രശ്നമുണ്ടാക്കി, അവനും മരിച്ചു. ഈ രണ്ടാളുകളും മരിച്ചു. ആ കുടുംബം തകർന്നു, അവരുടെ എല്ലാ ബന്ധങ്ങളും പോയി. വളരെ വലിയ തകർച്ചയുടെ ഒരു അനുഭവത്തിലൂടെ അവരെല്ലാം കടന്നുപോയി. പക്ഷേ ആ സമയത്ത് ജോൺ മണി അദ്ദേഹത്തിന് തീസിസ് ഇറക്കി പ്രസിദ്ധീകരിച്ചു. എന്താ ജോൺ മണി പറഞ്ഞെന്നറിയോ? കുട്ടികൾ ജനിക്കുന്നതല്ല അവരുടെ ലിംഗം, ജന്മലിംഗമല്ല, അവരുടെ അനാറ്റമി അല്ല, ഫിസിയോളജി അല്ല, എങ്ങനെ വളർത്തുന്നു എന്നുള്ളതാണ് കാര്യം എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹമാണ് ഈ ജെൻഡർ എന്ന വാക്ക് തന്നെ കൊണ്ടുവന്നത്. ജെൻഡർ വാക്കിൻ്റെ പിന്നിലുള്ള ആളാണ് ഇദ്ദേഹം, ഈ മനുഷ്യൻ. അപ്പോൾ ഒരു വശത്ത് അക്കാഡമിക്കൽ പബ്ലിക്കേഷൻസ് നടക്കുന്നു, മറുവശത്ത് റിയൽ ലൈഫിൻ്റെ തകർച്ചയും
അവിടെയുള്ള യുദ്ധങ്ങൾ നടക്കുന്നു. ആ ഒരു ചിത്രം നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക. അപ്പം നമ്മൾ കാണുന്ന ഈ തിയറീസിൻ്റെ പിന്നിൽ അത് അനുഭവിച്ച ആളുകളുടെ സങ്കടങ്ങളും ദുരിതങ്ങളും ഒന്നും ആരും കാണുന്നില്ല. പക്ഷെ തിയറി അങ്ങനെ വരുമ്പോഴേക്കും ഇതിനെ കൈ നീട്ടി ലോകം മുഴുവൻ സ്വീകരിച്ചു. ഇന്ന് നിങ്ങൾ ഏത് സോഷ്യോളജി പുസ്തകം വായിച്ചാലും ഏത് സൈക്കോളജി പുസ്തകം വായിച്ചാലും ഇനി മറ്റെന്തെങ്കിലും ആർട്ടിക്കിൾ വായിച്ചാലും അവിടെയെല്ലാം തുടങ്ങുന്ന വാക്കുണ്ട്, ജെൻഡർ ഈസ് എ സോഷ്യൽ കൺസ്ട്രക്റ്റ്. ആ വാക്ക് കേട്ടിട്ടുണ്ടോ? ജെൻഡർ ഈസ് എ സോഷ്യൽ കൺസ്ട്രക്റ്റ്. ഇന്ന് നാം എപ്പോഴും ആവർത്തിച്ച് കേൾക്കുന്ന വാക്കാണ്. ജെൻഡർ എന്ന് പറയുന്നത് സമൂഹം നിർമ്മിച്ചു കൊടുത്ത ഒരു ആശയമാണ്, സമൂഹ നിർമ്മിതിയാണ്. ജെൻഡറിന് സെക്സുമായിട്ട് ബന്ധം ഉണ്ടാകാതിരിക്കാം. സെക്സ് ഒരു അനാട്ടമിക്കൽ കാര്യമാണെങ്കിൽ ജെൻഡർ എന്ന് പറയുന്നത് ഒരു സോഷ്യോളജിക്കൽ കാര്യമാണ്. അപ്പോൾ സമൂഹം പറയുകയാണ് പുരുഷൻ എന്ന് വെച്ചാൽ അവൻ പാൻ്റ് ഇടണം, പുരുഷൻ എന്ന് വെച്ചാൽ മീശ വളർത്തണം, പുരുഷൻ എന്ന് വെച്ചാൽ കുറച്ച് മസിലൊക്കെ ഉണ്ടാക്കണം, പുരുഷൻ എന്ന് വെച്ചാൽ പിന്നെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യണം, കുറച്ച് അത്ലറ്റിക് ആവണം, അങ്ങനെയൊക്കെയാണ്. സ്ത്രീ എന്ന് വെച്ചാൽ കുറച്ചുകൂടി എന്താ പറയുക, കുറച്ചുകൂടി ഫാഷൻ സെൻസ് ഉള്ള, കുറച്ചുകൂടി മോഡസ്റ്റായിട്ട് ജീവിക്കുന്ന ഒരാളുകളാണെന്ന് സമൂഹം പറഞ്ഞു. അതുകൊണ്ടാണ് പുരുഷൻ സ്ത്രീ ഇങ്ങനെ ഇരിക്കുന്നത് എന്നാണ് ഇന്ന് ലോകം നമ്മളോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം പിന്നിലുള്ളത് ഈ ജോൺ മണി എന്ന ഡോക്ടറുടെ പേരാണ്. അപ്പോൾ ഇദ്ദേഹത്തെ ശരിക്കും ഇന്നത്തെ കാലത്താണെങ്കിൽ അറസ്റ്റ് ചെയ്ത് ജയിലിടേണ്ട മനുഷ്യനാണ്. അതുപോലുള്ള ക്രൈമാണ് അയാൾ ചെയ്തത്. അതിൻ്റെ ഈ കുട്ടികളെ ഉപയോഗിച്ച് അയാൾ ചെയ്ത എക്സ്പെരിമെൻറ്റ്സ് എന്ന് വെച്ചാൽ പറയാൻ പോലും അറപ്പാവുന്ന തരത്തിലുള്ള എക്സ്പെരിമെൻറ്റ്സാണ് അദ്ദേഹം ചെയ്തത്. കിൻസിയും അതുപോലെ തന്നെ കിൻസിയുടെ ടീമും നടത്തിയ എക്സ്പെരിമെൻറ്റ്സ് അത്രയും അറപ്പുളവാക്കുന്ന എക്സ്പെരിമെൻറ്റ്സാണ്. പക്ഷേ കിൻസിയുടെ സ്റ്റഡീസ് അതാണ് ലോകം ഏറ്റെടുത്തത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി കൊണ്ടുവന്ന് വെച്ച കുറേ ആശയങ്ങൾ, ആ ആശയത്തിലാണ് ലോകം ഇന്ന് ജീവിക്കുന്നത്. ഒരു നിയോ മാർക്സിസ്റ്റ് വ്യൂ ആണത് വാസ്തവത്തിൽ. അതുമായിട്ട് ചേർന്ന് പോകുന്ന മറ്റൊരു വാക്കുണ്ട്. ഇന്നത്തെ ഒരു പ്രബലമായ കൾച്ചർ, ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും പ്രബലമായ കൾച്ചർ, ക്യാമ്പസുകളിൽ, യൂത്തിൽ, പിന്നെ വെസ്റ്റേൺ വേൾഡിൽ ഒക്കെ നിൽക്കുന്ന ഒരു കൾച്ചർ, ഒരു വാക്കുണ്ട്. ആ വാക്ക് എന്താണെന്നറിയാമോ? അതിൻ്റെ പേരാണ് വോക്കിസം. വോക്ക് ഐഡിയോളജി എന്നറിയാം. വോക്കിസം എന്താ? വോക്കിസം എന്ന് വെച്ചാൽ അറിയാം, കേട്ടിട്ടുണ്ടോ? വോക്ക് അതാണ്. ഒരുപക്ഷെ വോക്കിസം എന്താണെന്ന് പറയാൻ ആ വാക്കുകൾ കേട്ടിട്ടില്ലെങ്കിലും ഈ വോക്ക് ഐഡിയ നമുക്കെല്ലാം വളരെ വളരെ പരിചയമുള്ള ഐഡിയാസാണ്. വോക്ക് ആശയത്തിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഒരു സോഷ്യൽ ജസ്റ്റിസ് ചിന്തയാണ്. എല്ലാവരും സമന്മാരാണ്, എല്ലാവർക്കും ഈക്വാലിറ്റിയാണ്, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ട്, ഇത് സ്ഥാപിക്കണം. അപ്പോൾ ഈ സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളൊന്നും അങ്ങനെ വലിയ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് പുരുഷൻ ക്യാമറാണെന്നോ സ്ത്രീ താഴെയാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ടെന്നൊന്നും പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. എല്ലാവരും തുല്യരാണ്, സമത്വ സുന്ദരമായ ഒരു ലോകം. അപ്പോൾ ആർക്കെതിരെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങൾ ശബ്ദമുയർത്തും, അല്ലേ? നമ്മളെങ്ങനെയാണല്ലോ പണ്ട് അവിടെ പിന്നെ അന്റാർട്ടിക്കയിൽ പ്രശ്നമുണ്ടെങ്കിൽ നമ്മളിവിടെ പറയും, ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടെങ്കിൽ നമ്മൾ പറയും. അതേപോലെ അതിനോട് ചേർന്ന് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് വോക്കിസത്തിന്. ഈ വോക്കിസമാണ് ഈ ലിബറേഷൻ എന്നുള്ള ആശയത്തിൻ്റെ പിന്നിൽ, അതേപോലെ തന്നെ ഈ ഈക്വാലിറ്റി എന്നുള്ള ആശയത്തിൻ്റെ പിന്നിൽ, ഈ ഹിറ്ററോനോർമറ്റീവ് ചിന്തകൾക്കെതിരെയുള്ള ആശയങ്ങളുടെ എല്ലാം പിന്നിൽ ഈ വോക്കിസമാണ്. അപ്പോൾ വോക്കിസം വളരെ പ്രബലമായിട്ട് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചിന്തയാണ്. I am so tired of talking about woke culture, because one of the tenets of wokeness is, of course, that your feelings matter more than the truth. And the only thing that wokeness has to offer in exchange is to brainwash bright young minds like you to believe that you are victims. We are told that your generation cares more than any other about one issue in particular, and that issue is climate change. I will join you in worshipping at the feet of Saint Greta of climate change. This country is responsible for 2% of global carbon emissions, which means that if Britain was to sink into the sea right now, it would make absolutely no difference to the issue of climate change. You know why? Because the future of the climate is going to be decided in Asia and in Latin America by poor people who couldn't give a shit about saving the planet. A third of all children who live in extreme poverty in the world live in India. അപ്പോൾ അതാണ് വോക്കിസം. വോക്കിസത്തെക്കുറിച്ച് ഉള്ള ഒരു വളരെ ചെറിയ ഒരു റീലാണ് നമ്മൾ കണ്ടത്. എന്താണ് വോക്കിസം എന്നാണ് പറഞ്ഞത്. അപ്പോൾ വോക്കിസം വാസ്തവത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് എന്നൊരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ അതിൽ ഗ്രറ്റ എന്നൊരു പെൺകുട്ടിയുടെ പേര് കേട്ടിട്ടുണ്ടോ? ഗ്രറ്റ ഒരു സ്റ്റുഡൻറ്റ് ആക്ടിവിസ്റ്റായിട്ട് തുടങ്ങി ലോകത്തിൽ വളരെ പ്രസിദ്ധിയായി തരുന്ന ഒരു പെൺകുട്ടിയാണ്. ഇപ്പോഴുള്ള ആളാണ്, 12 വയസ്സുണ്ട്. ഇപ്പോൾ അവൾ സ്കൂളിൽ പഠിപ്പിച്ച് തുടങ്ങിയതാണ്. അപ്പോൾ ഇവളാണ് ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ അപ്പസ്തോലയായിട്ട് മാറിയ ആളാണ്. അപ്പോൾ പോകുന്ന സ്ഥലത്തെല്ലാം ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് പറയും. എന്താ പറയുന്നത് വെച്ചാൽ നമ്മളൊക്കെ ഇരകളാണ്. ഈ ഇരവാദം എന്നുള്ള കാര്യം കേട്ടിട്ടില്ലേ? നമ്മളൊക്കെ ഇരകളാണ്, എല്ലാവരും ഇരകളാണ്, അല്ലേ? അപ്പോൾ പിന്നെ എൻ്റെ ഇരയാണ് നിങ്ങളൊക്കെ.
ഒരു തരത്തിൽ പറഞ്ഞല്ലേ, ഇപ്പം നിങ്ങൾ ഓർക്കുകയാണ് ഇപ്പം ഇങ്ങനെ എന്താ പറയുക, ഈ മനുഷ്യൻ പറയുന്നതെല്ലാം കേട്ടോണ്ടിരിക്കാനായിട്ട് ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ലല്ലോ എന്ന മട്ടിൽ നിങ്ങളൊക്കെ ഇരകളായിട്ടിരിക്കുകയാണ്. അങ്ങനെ സഭയിലേക്ക് ഇരിക്കുമ്പോൾ മൂപ്പൻ്റെ ഇരകളാണ് മുമ്പിലിരിക്കുന്നത്. മൂപ്പനങ്ങനെ ദ്രംഷ്ടിയൊക്കെ നീട്ടി അങ്ങനെ സിംഹത്തെ പോലെ ഇരിക്കുകയാണ്, ഇര പിടിക്കാൻ കാത്തിരിക്കുന്ന മൂപ്പന്മാരും. ഇതൊക്കെയാണ് നമ്മുടെ സഭകളിലൊക്കെ ഉള്ളത്. ഈ മൂപ്പന്മാരുടെ ഈ ദുർഭരണം എന്നൊക്കെയാണ് ആളുകൾ ചിന്തിക്കുന്നത്. ഈ ചിന്തയൊക്കെയാണ് ഈ വോക്കിസം എന്ന് പറയുന്ന സാധനം. ഈ ഇരവാദം, എന്ത് പറഞ്ഞാലും ഇര അല്ലേ. ഇപ്പോൾ പിന്നെ ദാവീദ് ഒരു സമയത്ത് പറഞ്ഞു, ദാവീദ് ഇരവാദം ഉയർത്തിയത് കേട്ടല്ലേ, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ ചാവുകയേ ഉള്ളൂ, എനിക്ക് ജീവിക്കാനും പറ്റില്ല, ഇയാൾ എൻ്റെ പിന്നാലെ വരും. ആരാ? ശൗല് അല്ലേ. ഇയാളുടെ കൈ കൊണ്ട് മരിക്കുകയാണ്. എൻ്റെ ഇരവാദമാണ് വാസ്തവത്തിൽ പറഞ്ഞത്. ഒരു വശത്ത് യഹോവ എൻ്റെ ഇടയിലാകുന്നു, എനിക്കൊരു കുറവുണ്ടാവില്ല എന്ന് പറഞ്ഞ മനുഷ്യനാണ് വാസ്തവത്തിൽ. പക്ഷേ ഇടയ്ക്ക് പുള്ളിക്ക് ഇരവാദം വന്നു. അപ്പോൾ നമുക്കെല്ലാം ഉണ്ട്, എനിക്കിനി ഒരു രക്ഷയില്ല, ഞാൻ തീർന്നു, അയ്യോ ഞാൻ ചത്തേ, ടമാർ പടാർ എന്നൊക്കെ പറയും പോലെയുള്ള ഒരു ചിന്ത അത് നമ്മുടെ എല്ലാം മനസ്സിലേക്ക് വരും പല സമയത്ത്. ഇതെല്ലാം വോക്കിസമാണ് വാസ്തവത്തിൽ. ഈ വോക്കിസം അങ്ങനെ വിവിധ രൂപത്തിൽ ഭാവത്തിലെല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഈ വോക്കിസത്തിൻ്റെ ഇഫക്റ്റുകൾ വളരെ പ്രബലമാണ് നമ്മുടെ ഇടയിൽ എന്നുള്ള കാര്യം എപ്പോഴും ഓർക്കുക. അപ്പോൾ ഈ ആശയങ്ങളെല്ലാം ചേർത്ത് നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ എല്ലാ ഇഫക്റ്റുകൾ നമ്മുടെ എല്ലാ ഉള്ളിലുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആകപ്പാടെ കൺഫ്യൂഷനായി അല്ലേ? കൺഫ്യൂഷനായോ? കൺഫ്യൂഷൻ്റെ കാര്യമില്ല. നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു കുറച്ചുകൂടി കൃത്യമായിട്ടുള്ള ചില പെർസ്പെക്റ്റീവ്സിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഒരു ഡെഫിനിഷൻ പോലെ സെക്ഷുവാലിറ്റിയെക്കുറിച്ച്, ജെൻഡറിനെക്കുറിച്ചുള്ള ഒരു ലഘു ഒരു ഡെഫിനിഷനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലൈംഗികത ദൈവത്തിൻ്റെ നരവംശാസ്ത്രപരമായ രൂപകൽപ്പന എന്ന് വെച്ചാൽ ആന്ത്രപ്പോളജിക്കൽ ഡിസൈൻ. ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, എങ്കിലും ആന്ത്രപ്പോളജി എന്നൊരു സാധനം കേട്ടിട്ടുണ്ടല്ലോ, അത് നരവംശമാണ്. അപ്പോൾ ദൈവം മനുഷ്യനെ നിർമ്മിച്ചപ്പോൾ അവനെ ഒരു പ്രത്യേക ഡിസൈനിലാണ് നിർമ്മിച്ചത്. ആ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. അതിൽ ചില പാറ്റേൺസ് ഉണ്ട്, അതേപോലെ ഒരു പ്രൊക്രിയേറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ട്. കാരണം ഈ പാറ്റേണിൽ നിർമ്മിച്ചിരിക്കുന്നത് പ്രൊക്രിയേഷൻ എന്നുള്ള വലിയൊരു പദ്ധതിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെയിൽ ആൻഡ് ഫീമെയിൽ എന്നുള്ള ലിംഗദ്വയങ്ങളായിട്ട് മനുഷ്യനെ നിർമ്മിച്ചു എന്ന് പറയുന്ന ആ കാര്യമാണ് സെക്സ് അല്ലെങ്കിൽ ലൈംഗികത. അതേസമയം ജെൻഡർ എന്ന് പറഞ്ഞാൽ അതൊരു ബയോളജിക്കൽ ഡിഫറൻസും അതൊരു എംബോഡിമെൻറ്റുമാണ്, എൻ്റെ ശരീരത്തെ സംബന്ധിച്ചുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ കൾച്ചറൽ ആസ്പെക്റ്റുകളാണ്. അപ്പോൾ ഒരു ഡിസ്റ്റിങ്ഷൻസ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ, ഓരോരോ റോളുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ജെൻഡർ എന്ന വാക്ക് പൊതുവെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ വോക്ക് കൾച്ചർ ആണ് നമ്മുടെ നാട്ടിൽ പ്രബലമായിട്ടുള്ളത്, നമ്മുടെ ക്യാമ്പസുകളിലും നമ്മുടെ യുവതലമുറയുടെ എല്ലാം ഉള്ളിലുള്ളത്. അപ്പോൾ ഈ വോക്ക് കൾച്ചറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു സന്ദേഹം ഉണ്ടായി, ഒരു കൺഫ്യൂഷൻ ഉണ്ടായി തരുക, പുരുഷൻ ആര് സ്ത്രീ ആര്. അപ്പോൾ രണ്ടുപേരും തമ്മിൽ അങ്ങനെ ഏറ്റുമുട്ടുകയാണ്. എങ്ങനെയാണ് ഒരു ഫൈനൽ വാക്ക് പറയുക? എങ്ങനെയാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തുക? എന്താണ് തീരുമാനത്തിൻ്റെ ആധാരം? ജോൺ മണിയും കിൻസിയുമാണോ? അല്ലെങ്കിൽ ആരാ തീരുമാനിക്കുക? വലിയൊരു ചോദ്യമാണല്ലേ. അപ്പോൾ പണ്ഡിതന്മാരായിട്ട് ആളുകൾ റിസർച്ച് പേപ്പേഴ്സ്, സോഷ്യോളജിക്കൽ പേപ്പേഴ്സ്, ഇതൊക്കെ വെച്ചിട്ടാണ് ഇത് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നാണ് ലോകം പറയുന്നത്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ക്രിസ്തീയ വിവാഹത്തിൻ്റെ ഒരുക്കത്തിനാണല്ലോ നമ്മൾ കൂടിയിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിന് വളരെ കൃത്യമായിട്ടുള്ള അതോറിറ്റി ഫിഗറുണ്ട്. ഈ ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരം കിട്ടാനും പറ്റിയ ഇടമുണ്ട്. അവിടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകുന്നത്. ദൈവം മനുഷ്യനെക്കുറിച്ച് എന്തു പറഞ്ഞു എന്നുള്ളതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അവൻ്റെ സെക്ഷുവാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം, പുരുഷൻ ആര് സ്ത്രീ ആണ് എന്ന കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അവസാന വാക്കും ആധികാരിക വാക്കും ഏറ്റവും ധൈര്യത്തോടെ ആശ്രയിക്കാൻ പറ്റിയ ഇടവും അതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞ പ്രസ്താവന നമ്മൾ ജെനസിസ് 1:27 പറഞ്ഞു. അത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. മനുഷ്യൻ്റെ സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ് 27, 28 തുടങ്ങിയ വാക്യങ്ങൾ. അപ്പോൾ അവിടെ പറഞ്ഞ ആശയങ്ങൾ വെച്ചിട്ട് നമുക്ക് 3 സത്യങ്ങൾ പ്രധാനമായിട്ട് പറയാം. അപ്പോൾ അത് നമ്മൾ ആദ്യം പറയുന്നത്, ദൈവം മനുഷ്യനെ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ നിർമ്മിച്ചു എന്ന വാക്ക്. മനുഷ്യനെ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു. ഗോഡ് ക്രിയേറ്റഡ് ഹ്യൂമാനിറ്റി ഇൻ ഹിസ് ഇമേജ്. 3 പ്രൊനൗൺസ് അവിടെ ഉപയോഗിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? 1:27 എന്തൊക്കെയാണ്? ഒരു സ്ഥലത്ത് പറഞ്ഞു അവനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു, ഒരു സ്ഥലത്ത് പറഞ്ഞു അവരെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു, ഒരു സ്ഥലത്ത് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. ഇത് 3 ഒരേ കാര്യത്തെക്കുറിച്ചാണ്. 3 വാക്കുകളാണ് ഉപയോഗിച്ചത്. ഇത് 3 മനുഷ്യനാണ്. അല്ലെങ്കിൽ പുരുഷൻ എന്ന് പറഞ്ഞാലും അത് സ്ത്രീയും കൂടി ഉൾപ്പെട്ട
മനുഷ്യനെക്കുറിച്ചാണ്. അവർ എന്ന് പറഞ്ഞാൽ അത് സ്ത്രീ പുരുഷ ദ്വയത്തെക്കുറിച്ചാണ്. അവൻ എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ 3 പ്രൊനൗൺസ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ആ വാക്കുകളിൽ. അപ്പോൾ അവിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതോറിറ്റി ഫിഗർ ആരാണ് എന്ന് ചോദിച്ചാൽ, കൺഫ്യൂഷൻ ഉണ്ടായാൽ എവിടെ പോകുമെന്ന് ചോദിച്ചാൽ ഇവിടെയാണ് പോകേണ്ടത്. കാരണം ദൈവം നിർമ്മാതാവായിട്ടുള്ള ദൈവം അതാണ് ഉത്തരം നൽകിയിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആസ് മെയിൽ ആൻഡ് ഫീമെയിൽ, സ്ത്രീയും പുരുഷനും ആയിട്ട് തന്നെയാണ് സൃഷ്ടിച്ചത്. അത് വളരെ പ്രധാനപ്പെട്ട വളരെ ആധികാരികമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ഗോഡ് ക്രിയേറ്റഡ് ഹ്യൂമാനിറ്റി ആസ് മെയിൽ ആൻഡ് ഫീമെയിൽ. അപ്പോൾ ദൈവത്തിന് വേണമെങ്കിൽ നമ്മളെ സെക്സ്ലെസ് ആയിട്ട് സൃഷ്ടിക്കാമായിരുന്നു അല്ലേ, അല്ലെങ്കിൽ യൂണിസെക്സ് ആയിട്ട് സൃഷ്ടിക്കാമായിരുന്നു. ഇന്ന് യൂണിസെക്സിൻ്റെ കാലമല്ലേ അല്ലേ? പണ്ടങ്ങനെ ഒരു വാക്കില്ലായിരുന്നു അല്ലേ? ഇന്ന് ഒരുപാട് സാധനങ്ങൾ യൂണിസെക്സ് ആണല്ലേ. ഷൂ ഒക്കെ യൂണിസെക്സ് ആണ്, അതേപോലെ ഡ്രസ്സുകൾ യൂണിസെക്സ് ആണ്, പിന്നെ ജോലി യൂണിസെക്സ് ആണ്, ഈവൻ വാഷ്റൂംസൊക്കെ യൂണിസെക്സ് ആണ് അല്ലേ. ഇപ്പോൾ എല്ലാ ക്യാമ്പസുകളിലൊക്കെ യൂണിസെക്സ് വാഷ്റൂംസ് ആണ്. പണ്ട് എല്ലാത്തിനും മുമ്പിൽ മെയിൽ ഫീമെയിൽ എന്നൊക്കെ എഴുതി വയ്ക്കായിരുന്നു. ഇപ്പോൾ അത് ഡെറോഗേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെന്ന് പറഞ്ഞത്. എന്തിനാണ് ഡിസ്റ്റിങ്ഷൻ, എന്തിനാണ് വ്യത്യാസം എന്ന് ചോദിക്കുന്നത്. പുരുഷൻ പോകുന്ന ബാത്റൂമിൽ ഞങ്ങൾ പോയാലെന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന സ്ത്രീകളാണ്. അപ്പോൾ അതെല്ലാം അങ്ങനെയാണ്, എല്ലാം യൂണിസെക്സിൻ്റെ കാലം. അപ്പോൾ ദൈവം നമ്മളെ യൂണിസെക്സ് ഉണ്ടാക്കിയാൽ പറയായിരുന്നോ? അങ്ങനെയല്ല ഉണ്ടാക്കിയത്, അതല്ല റിയാലിറ്റി. ദൈവം നമ്മളെ സെക്സ്ലെസ് ആയിട്ടല്ല, നമ്മളെ സെക്സ്ലെസ് മൊണാഡ്സ് ആയിട്ടല്ല ഉണ്ടാക്കിയത്. നമ്മളെ ബൈനറി സെക്സ്ഡ് ബീയിങ്സ് ആയിട്ട്, സൈക്സിക ജീവികളായിട്ട്, സൈക്സികരായിട്ടാണ് നിർമ്മിച്ചത്. സെക്സ്ഡ് ബീയിങ്സ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യനെ ഇങ്ങനെ ഒരു ഡ്യൂവൽ, ഒരു ദ്വയം ആയിട്ട് സൃഷ്ടിച്ചത് കൊണ്ട് തന്നെ ദൈവത്തിനത് ക്രിയേറ്റീവ് ഇൻറ്റൻഷൻ ഉണ്ട് എന്നുള്ള കാര്യം അവിടെ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് നോട്ട് ഇൻ്റർചേഞ്ചബിൾ ഒരു കാരണത്താലും. എന്നാൽ പിന്നെ ഇത് ഇൻ്റർചേഞ്ചബിൾ ആണെങ്കിൽ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. ഉണ്ടാക്കിയപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഡിസ്റ്റിങ്ഷനോട് ഉണ്ടാക്കിയെങ്കിൽ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനോ മറിക്കാനോ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പോകാനോ സാധ്യമല്ല. അത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മാത്രമല്ല ഈ വ്യത്യാസങ്ങൾ അതിൻ്റെ ഏറ്റവും അകത്തളങ്ങളിലേക്ക് പോലും കടന്നു ചെല്ലുന്നു. മനുഷ്യൻ്റെ അല്ലെങ്കിൽ പുരുഷൻ്റെ ഓരോ സെല്ലിലും ആ വ്യത്യാസം ദൈവം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സ്ത്രീയുടെ ഓരോ കോശങ്ങളിലും, ഏറ്റവും ബിൽഡിംഗ് ബ്ലോക്കുകൾ കോശങ്ങളാണ്, ആ കോശങ്ങളിൽ പോലും ഈ വ്യത്യാസം ദൈവം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഓർക്കണം. അതുമാത്രമല്ല, മൂന്നാമത്തെ പ്രധാനപ്പെട്ട സത്യം എന്ന് പറയുന്നത്, ദൈവം ഗോഡ് ക്രിയേറ്റഡ് മെയിൽ ആൻഡ് ഫീമെയിൽ ഫോർ വൺ അനദർ. ഇവരുടെ ഒരു പാരസ്പര്യ ബന്ധത്തിന് വേണ്ടിയിട്ടാണ് ഇവരെ രണ്ടുപേരെയും ഇങ്ങനെ നിർമ്മിച്ചത്. ഇവരെ രണ്ടുപേരെയും രണ്ടായിട്ട് നിർമ്മിച്ചു, സെക്സ്ഡായിട്ട് നിർമ്മിച്ചു. മാത്രമല്ല, ദാറ്റ്സ് ഫോർ ദെയർ ടുഗദർനെസ്, അവർ ഒരുമിച്ചിരിക്കാൻ, അവർ ഒരുമിക്കാൻ, അവരുടെ പാരസ്പര്യ ബന്ധത്തിന് വേണ്ടിയാണ് അവരെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവത്തിൻ്റെ മാൻഡേറ്റ്, മനുഷ്യവർഗത്തിന് നൽകിയ മാൻഡേറ്റ് ഉണ്ട്. ദൈവം മനുഷ്യനോട് കൽപ്പിച്ച പർപ്പസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഫില്ലിംഗ് ദ എർത്ത്, സബ്ഡ്യൂയിങ് ഇറ്റ്, എക്സസൈസിങ് ഡൊമീനിയൻ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അത് വലിയ റോളുകളാണ്. എന്ന് വെച്ചാൽ കുറേ ഭാഗങ്ങൾ അങ്ങനെ വളച്ചു പിടിച്ച് ഇതെൻ്റെ അധികാരം എന്ന് പ്രഖ്യാപിക്കുന്നതിനെ കുറിച്ചൊന്നും അല്ലാതെ പറയുന്നത്. അത് ഈ വലിയൊരു ദൈവത്തിൻ്റെ വലിയ ഒരു രക്ഷാകര പദ്ധതിയുടെ ഒരു വിഷൻ കൂടി അതിലുണ്ട്. അതെല്ലാം ചേർന്നതാണത്. അപ്പോൾ ദൈവം പുരുഷനെക്കുറിച്ച്, മനുഷ്യനെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് ഒരു വലിയ വിശാലമായ, വലിയ വ്യാപകമായ, എന്താ പറയുക, അങ്ങനെ വളരെയധികം അറ്റങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്ന വലിയ സാധ്യതകളാണ്. ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഈ ഒരു ടുഗദർനെസ് ആവശ്യമാണ് എന്നാണ് ദൈവം കണ്ടത്. അപ്പോൾ മാത്രമല്ല, ഈ കാര്യങ്ങൾ, ഈ ദൗത്യങ്ങൾ നടപ്പാക്കേണ്ടത് ഈ സത്യത്തിൽ ആധാരപ്പെടുത്തിയാണ് എന്നുകൂടി നമുക്കതിനോട് പറയാം. അപ്പോൾ ഇതിനെക്കുറിച്ച് പൊതുവെ ചിന്തിക്കുമ്പോൾ സുവിശേഷ വിഹിതരായിട്ടുള്ള ആളുകൾക്കിടയിൽ പോലും, അല്ലെങ്കിൽ ബൈബിൾ വിശ്വസിക്കുന്ന ആളുകളുടെ ഇടയിൽ പോലും 2 വീക്ഷണങ്ങളുണ്ട്. ഈ പുരുഷ സ്ത്രീ വ്യത്യാസത്തെ എങ്ങനെ സമീപിക്കുന്നു, അതിനോടുള്ള വീക്ഷണം എന്നുള്ളത് ചിന്തിക്കുമ്പോൾ 2 വ്യത്യസ്ത സമീപനങ്ങളുണ്ട്. ഒന്ന് വളരെ നമുക്കെല്ലാം വളരെ ഇഷ്ടം തോന്നുന്ന ഒരു വീക്ഷണമാണ്. അതിനെ സമത്വ വീക്ഷണം, ഇഗാലിറ്റേറിയൻ വ്യൂ എന്ന് പറയും. ഇഗാലിറ്റേറിയൻ വ്യൂ, ആ വാക്ക് കേട്ടിട്ടുണ്ടോ? ഇഗാലിറ്റേറിയൻ എന്ന് വെച്ചാൽ സമത്വം, എല്ലാവരും തുല്യരാണ് എന്നുള്ള ചിന്ത. എന്ന് വെച്ചാൽ സ്ത്രീയും പുരുഷനും വ്യത്യസ്തരല്ല എന്നല്ല ഇഗാലിറ്റേറിയൻ വ്യൂ പറയുന്നത്. സ്ത്രീയും പുരുഷനും വ്യത്യസ്തരാണ്, പക്ഷേ അവർക്ക് ദൈവിക പ്രതിച്ഛായയിൽ അവർ ഒരേപോലെ തന്നെ പങ്കുചേരുന്നു. അവർ തമ്മിലുള്ള റോൾ വ്യത്യാസങ്ങളൊന്നും ലിംഗപരമല്ല. അതാണ് ഇഗാലിറ്റേറിയൻ വ്യൂവിൻ്റെ പ്രത്യേകത.
ലിംഗപരമായിട്ടുള്ള ഒരു റോൾ വ്യത്യാസങ്ങൾ നേതൃത്വപരമായിട്ടുള്ള റോളായാലും മറ്റു കാര്യങ്ങളിലൊന്നും വെക്കേണ്ട കാര്യമില്ല എന്നാണ്. അപ്പോൾ അത് മാത്രമല്ല, അവർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ലോകത്തിലേക്ക് പാപം പ്രവേശിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു വ്യത്യാസം മനുഷ്യവർഗത്തിൻ്റെ ഇടയിൽ വന്നത്. അതുവരെ ഈ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ തുല്യരായിരുന്നു, എല്ലാ അർത്ഥത്തിലും തുല്യരായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ശാപത്തിൻ്റെ ഭാഗം, പാപത്തിൻ്റെ ശേഷം ഒരു അധികാര ശ്രേണി, ഒരു ഹയറാർക്കി രൂപപ്പെട്ടു. അതിൽ പുരുഷൻ തല, സ്ത്രീ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഹെൽപ്പർ എന്നുള്ള റോള്, ഇതൊക്കെ വന്നത് പാപത്തിൻ്റെ ശേഷമാണ് ഈ വ്യത്യാസങ്ങളൊക്കെ വന്നത്. അതിനു മുമ്പ് എല്ലാവരും ഒരു തുല്യരാണോ എന്നുള്ള ചിന്തയാണ്. കേൾക്കാൻ രസമുണ്ടല്ലേ? ഇഗാലിറ്റേറിയൻ വ്യൂ നല്ല വ്യൂ അല്ലേ? പ്രത്യേകിച്ച് വോക്കിസവുമായിട്ട് വളരെ ചേർന്ന് പോകുന്നൊരു വ്യൂ ആണ്. കാരണം വോക്ക് ആശയങ്ങളിൽ എല്ലാം സുന്ദരമാണ്, സമത്വമാണ്, എല്ലാവരും ഒരുപോലെയാണ്, ഒരു വ്യത്യാസവുമില്ല. അപ്പോൾ വോക്കിസവുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഇഗാലിറ്റേറിയൻ വ്യൂ. മാത്രമല്ല അത് ഒരു ഈ ഫെമിനിസവും അതേപോലെയുള്ള ഈ നിയോ മാർക്സിയൻ വ്യൂ ഒക്കെ ആയിട്ട് ഈ ലിബറേഷൻ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നൊരു വ്യൂ ആണ്. കാരണം അവിടെ എല്ലാം ഈ പറഞ്ഞ പോലെ സമത്വമുണ്ട്, പിന്നെ ഐക്യമുണ്ട്, എല്ലാവരും ഒരുപോലെയാണെന്ന് പറയുമ്പോൾ കേൾക്കാനുള്ള സുഖമുണ്ട്, ഒക്കെയുണ്ട്. അപ്പോൾ ഇതാണ് ഇഗാലിറ്റേറിയൻ വ്യൂ. എന്താ നിങ്ങളുടെ അഭിപ്രായം? നല്ല വ്യൂ അല്ലേ? സ്ത്രീകൾ ഇഗാലിറ്റേറിയൻ വ്യൂ ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്താ എൻ്റെ കുഴപ്പം? ശരിയല്ലേ? കേൾക്കാൻ രസമുണ്ടല്ലേ? പക്ഷെ നടക്കില്ലെന്നറിയാം, അതുകൊണ്ടായിരിക്കും അല്ലേ? നടക്കില്ല എന്നുള്ളതുകൊണ്ടല്ല, സത്യമല്ല എന്നുള്ളതുകൊണ്ടാണത്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഈ സ്ത്രീ പുരുഷ വ്യത്യാസത്തെക്കുറിച്ചും ആരാണ് സ്ത്രീ ആരാണ് പുരുഷൻ എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരം തരാനും ഒരു ഇടമുണ്ട്. കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ ലഭിക്കാവുന്ന ഒരു സ്ഥലമുണ്ട്. ദൈവമാണ് ആ സ്ഥലം, ദൈവത്തിൻ്റെ വചനമാണ് ആ ഇടം. അപ്പോൾ അവിടെ നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളുണ്ട്. ആ ഉത്തരങ്ങൾ തേടിക്കഴിയുമ്പോൾ നമുക്ക് ഈ ഇഗാലിറ്റേറിയൻ വ്യൂ അല്ല ബൈബിൾ പറയുന്ന വ്യൂ എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അത് ഈ പറഞ്ഞ ഈ എന്താ പറയുക, ഈ ഒരു പുരുഷ മേധാവിത്വ, പുരുഷ ഡൊമീനിയനുള്ള ഒരു ലോകത്തിൽ നിന്ന് കുറച്ചുകൂടി വിശാലമായിട്ട് സ്ത്രീകളെ കൂടി ഇൻക്ലൂസീവായിട്ട് ചിന്തിക്കണം എന്നുള്ള ആശയത്തോട് സമരസപ്പെടാൻ വേണ്ടിയിട്ട് ചില വേദശാസ്ത്രികളെ കൂടി ചേർത്തുണ്ടാക്കിയ ഒരു ചിന്തയാണത്. അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ കുറച്ചുകൂടി വിശാലതയുള്ള ആളുകളാണ്, സ്ത്രീകളെ അങ്ങനെ മോശക്കാരായിട്ട് കാണുന്ന ആളുകളൊന്നുമല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചെയ്തതാണ്. മറുവശത്ത് സ്ത്രീകളെ മോശക്കാരായി കാണുന്ന വ്യൂ ഒന്നും അല്ലോട്ടോ മറുവശത്തുള്ളത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഞങ്ങളാണ് കുറച്ചും കൂടെ വലിയവർ, ഞങ്ങളാണ് കുറച്ചുകൂടി വിശാലതയുള്ള ആളുകൾ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം കൊണ്ടുവന്നത്. പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയല്ല. നമുക്കതിനെക്കുറിച്ച് 3 സത്യങ്ങൾ പ്രധാനമായിട്ട് ചിന്തിക്കാം. നമ്മളിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഉൽപ്പത്തി പുസ്തകം 1:27-28 തുടങ്ങിയ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പെട്ടെന്ന് ചില സത്യങ്ങളൊക്കെ ചിന്തിക്കാം. ഒന്നാമത്തെ പ്രധാനപ്പെട്ട സത്യം എന്ന് പറയുന്നത്, ദൈവം മനുഷ്യനെ നിർമ്മിച്ചപ്പോൾ അവരുടെ അന്തസ്സ്, അവരുടെ ഡിഗ്നിറ്റി, ക്രിയേറ്റഡ് ഡിഗ്നിറ്റി എന്ന് പറയുന്നത് ഈക്വലാണ്. എന്ന് വെച്ചാൽ പുരുഷൻ കുറച്ചും കൂടി കേമൻ ആയിട്ട്, മനുഷ്യത്വത്തിൽ കുറച്ചുകൂടെ കേമൻ, അവൻ്റെ പിന്നെ ദൈവസ്വരൂപത്തിൽ അവൻ ഒരുപടി മുമ്പിൽ, അതിനുശേഷം വന്ന സ്ത്രീ കുറച്ച് താഴെ. അങ്ങനെ ഒരു വ്യത്യാസമൊന്നുമില്ല. സ്ത്രീയും പുരുഷനും ക്രിയേറ്റഡ് വിത്ത് ഈക്വൽ ഡിഗ്നിറ്റി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സത്യമാണ്. അത് ട്രൂത്ത് നമ്പർ 1 ആണ്. അത് വളരെ നമ്മളെപ്പോഴും ഓർക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇൻ ഹിസ് ഇമേജ്, ഇമാഗോ ഡെയ് എന്നൊരു വാക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്കിങ്ങനെ പറയാം, നമ്മൾ ഒരുമിച്ചാണ് ദൈവത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഇമേജാണ് നമ്മൾ. ഇമേജ് എന്ന് വെച്ചാൽ എന്താ? വിഗ്രഹമാണ് അല്ലേ? ദൈവത്തിൻ്റെ വിഗ്രഹങ്ങളാണ് നമ്മൾ. ദൈവത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു പൂന്തോട്ടം ഈ ഭൂമി അങ്ങനെ സൃഷ്ടിച്ചുണ്ടാക്കി. ആ പൂന്തോട്ടത്തിൽ ദൈവം എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചു. എന്നിട്ട് ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് ദൈവത്തിൻ്റെ രൂപം അങ്ങനെ ഭൂമിയിൽ ഉണ്ടാക്കി വെച്ചു. അതാണ് നമ്മൾ. അത് പുരുഷനും സ്ത്രീയും ചേർന്ന രൂപമാണ്. പുരുഷൻ മാത്രമല്ല, സ്ത്രീ മാത്രമല്ല, പുരുഷനും സ്ത്രീയും ചേർന്ന രൂപമായിട്ടാണ് നമ്മൾ ദൈവത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ദൈവത്തെ റിസംബിൾ ചെയ്യുന്നത്. അതേപോലെ ദൈവത്തെ പ്രതിനിധീകരിക്കുന്നത് നമ്മൾ രണ്ടുപേരും ചേർന്നിട്ടാണ്, 2 കൂട്ടരും ചേർന്നിട്ടാണ്. അതേപോലെ ദൈവത്തോട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നതും നമ്മൾ ഇരുവരും ഒരുപോലെയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മുടെ ഡിഗ്നിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ആണ്. രണ്ടാമത്തെ സത്യം ഇതേപോലെ തന്നെ പ്രധാനപ്പെട്ട സത്യമാണ്, വി ആർ ക്രിയേറ്റഡ് വിത്ത് ഡിഫറെൻറ്റ് റോൾസ്. അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണ്, നമ്മൾ അടിവരയിട്ട് പഠിക്കേണ്ട ഒരു പ്രസ്താവനയാണ്. ഈ ഡിഫറെൻറ്റ് റോൾസ് എന്ന് പറയുന്നതിലും ഈ ഒരു റോള് കേമം റോള് എന്ന അർത്ഥത്തിലല്ല, 2 റോളുകളും ഒരുപോലെ ഒരുമിച്ച് ചേരേണ്ട റോളുകൾ തന്നെയാണ്. 2 റോളെന്ന് വെച്ചാൽ ഒരുപാട് റോളുകളുണ്ട്. ഈ റോളുകളെല്ലാം ഒരുമിച്ച് പോകേണ്ടതാണ്. ആ വ്യത്യാസമുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ അതിൽ ഇങ്ങനെ വേണമെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാം, പർപ്പസ്ഫുൾ ഡിഫറൻസിയേഷൻ എന്ന് വെച്ചാൽ അങ്ങനെ ആയിപ്പോയതല്ല. സ്ത്രീയെ പുരുഷനുണ്ടാക്കി കഴിഞ്ഞു, ഇനി സ്ത്രീ ഉണ്ടാക്കുമ്പോൾ പുരുഷനെ പോലെ ഉണ്ടാക്കാൻ പറ്റില്ല, അപ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടാക്കി.
അങ്ങനെയല്ല. സ്ത്രീയെ ഉണ്ടാക്കി, സ്ത്രീക്ക് പുരുഷനെ ഉണ്ടാക്കി. ഈ പുരുഷൻ്റെ റോള് വളരെ കൃത്യമായിട്ട് ദൈവം കൊടുത്തു. സ്ത്രീയെ ഉണ്ടാക്കി, സ്ത്രീക്കും വളരെ കൃത്യമായിട്ടുള്ള റോളുകൾ തീരുമാനിച്ചിട്ടാണ് സ്ത്രീയെ ഉണ്ടാക്കിയത്. ഒരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള ക്രിയേഷനാണ്. അതായത് വളരെ ഇൻറ്റൻറ്റഡ് ആണ്. എന്ന് വെച്ചാൽ എന്തോ ഇങ്ങനെ ആയിപ്പോയ ഒരു കാര്യമല്ല. സൃഷ്ടിയിൽ അങ്ങനെ ഒരു വ്യത്യാസം വരുത്തിയത് കൊണ്ട് അങ്ങനെ ആയിപ്പോയി എന്ന അർത്ഥത്തിലല്ല. ദൈവം ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ വളരെ കൃത്യമായിട്ടുള്ള ദീർഘവീക്ഷണത്തോടു കൂടി തന്നെയാണ് ഈ ഡിസൈൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു പർപ്പസ്ഫുള്ളാണത്. പർപ്പസ്ഫുള്ളാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും. അതിൻ്റെ എവിഡൻസ് എല്ലാ രംഗങ്ങളിലുണ്ട്. ക്രിയേഷനിലുണ്ട്, ഡിസൈനിലുണ്ട്, അനാട്ടമിയിലുണ്ട്, ബയോളജിയിലുണ്ട്, അതേപോലെ റോളുകളിലുണ്ട് ഈ പർപ്പസ്ഫുൾ ഡിഫറൻസിയേഷൻ. അപ്പോൾ ഒരു ഭാഗത്ത് ഈക്വൽ ഡിഗ്നിറ്റിയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണെങ്കിലും മറുഭാഗത്ത് വിളിച്ചിരിക്കുന്ന വിളികൾക്ക്, ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾക്ക്, ചെയ്യാനായിട്ട് കൽപ്പിച്ചിരിക്കുന്ന കൽപ്പനകൾക്ക്, അവരെ കൊണ്ട് ഉദ്ദേശിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒക്കെ വലിയ വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങൾ ഒരു കാരണവശാലും ആദ്യത്തെ കാര്യത്തെ ഇല്ലാതാക്കി കളയുന്നില്ല. അതേപോലെ തന്നെ തിരിച്ചും മറുവശത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഈക്വൽ ഡിഗ്നിറ്റി ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് റോൾ ഡിഫറൻസുകൾ അതിൻ്റെ ഉള്ളിൽ ഇല്ലാതെയായി പോകുന്നുമില്ല. അപ്പോൾ ആ ഒരു ബാലൻസ് നമ്മളെപ്പോഴും മനസ്സിൽ കാണണം. അപ്പോൾ അങ്ങനെയാണ് പുരുഷനെയും സ്ത്രീയെയും ദൈവം നിർമ്മിച്ചിരിക്കുന്നത്. ക്രിയേറ്റഡ് വിത്ത് ഈക്വൽ ഡിഗ്നിറ്റി, ക്രിയേറ്റഡ് വിത്ത് ഡിഫറെൻറ്റ് റോൾസ്. ആ ഒരു വ്യത്യാസം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ഈ സംഘർഷം എന്ന് വെച്ചാൽ പുരുഷന്മാരെ കാണുമ്പോൾ അവന്മാരെന്തോ വലിയ കൊമ്പത്തെ ആൾക്കാർ, ഞങ്ങൾ കുറേ താഴെ ആൾക്കാരെന്ന് സ്ത്രീകൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അതേപോലെ സ്ത്രീകളെ കാണുമ്പോൾ ഇവർ അപരകളും ചപരകളുമായിട്ടുള്ള ആളുകൾ, ഇവരെ ഒന്ന് ഭരിച്ചു കളയാം, കീഴടക്കി ഭരിച്ചു കളയാം, ഇവരെ കീഴടക്കാനായിട്ടുള്ള മാൻഡേറ്റാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് പറയുന്ന പുരുഷ കേസരികാരൊന്നും ശരിയല്ല. ചിന്ത ശരിയല്ല. അങ്ങനെ ഒരു പരിപാടിയും നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. കീഴടക്കാനായിട്ട് പുരുഷനോട് പറഞ്ഞിട്ടുണ്ടോ? സ്ത്രീയെ കീഴടക്കി വാഴുവിൻ എന്നാണ് നിങ്ങളുടെ മാൻഡേറ്റ് എന്ന് മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവും കേട്ടോ. നിങ്ങളൊക്കെ, ഞാനും കുറേ കാലം ചിന്തിച്ചതാ. അത് പൊട്ടത്തരമാണ്. അപ്പോൾ അങ്ങനെ ഒരു കൽപ്പന ഇല്ല, നിങ്ങൾക്കൊരു കൽപ്പന ഇല്ല. അതേപോലെ ഈ പുരുഷന്മാർ ഞങ്ങളെ കീഴടക്കാൻ വരും, പിടിച്ചു നിന്നോണം, ഇല്ലെങ്കിൽ വിട്ടുകൊടുത്താൽ പോവും. മാക്സിമം എവിടെയൊക്കെ നമുക്ക് തടയിടാമോ അവിടെയൊക്കെ തടയിട്ട് നിന്നോണം, ആദ്യമേ നോക്കിക്കോണം എന്നുള്ള രീതിയിലാണ് കുറേ പേര് ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ ആവശ്യമില്ല. ഇത് രണ്ടും വളരെ സുന്ദരമായിട്ട് ചേർന്ന് പോകേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ മൂന്നാമത്തെ സത്യം എന്ന് പറയുന്നത്, ഒരുപക്ഷെ തിയോളജിക്കൽ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് പറയാനെങ്കിൽ എങ്കിലും ടുഗദർ ആസ് മെയിൽ ആൻഡ് ഫീമെയിൽ വി റിഫ്ലക്റ്റ് ദ ഹാർമണി ആൻഡ് റിലേഷണാലിറ്റി ഓഫ് ദി ട്രിനിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ന് വെച്ചാൽ നമ്മുടെ ദൈവം ഒരു മൊണാഡല്ല, അല്ലേ? നമ്മുടെ ദൈവം ഒരു മൊണാഡല്ല. എന്ന് വെച്ചാൽ ദൈവം ഒരുവനെ ഉള്ളപ്പോൾ തന്നെ ദൈവത്തിൽ മൂന്നാളത്തങ്ങളുണ്ട്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. ഇവർ തമ്മിലുള്ള ഒരു വളരെ ഹാർമോണിയസ് ആയിട്ടുള്ള, വളരെ സുന്ദരമായിട്ടുള്ള ഒരു അന്തർധാര, അല്ലെ, ഒരു ബന്ധം, ഒരു പാരസ്പര്യം അതവിടെയുണ്ട്. ആ ബന്ധം മനുഷ്യതലത്തിൽ, മാനുഷിക തലത്തിൽ കാണിക്കാനായിട്ട് പറ്റുന്ന ഒരു ഇടമാണ് സ്ത്രീ പുരുഷ വ്യത്യാസത്തിലുള്ള ഈ സൃഷ്ടി. അപ്പോൾ അത് വളരെ ഒരു സവിശേഷമായ രീതിയിൽ പ്രകടിപ്പിക്കാൻ, അത് എങ്ങനെയൊക്കെ പ്രകടിപ്പിക്കുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് സംശയങ്ങളുണ്ടായേക്കാം. അപ്പോൾ ദൈവം 3 വ്യക്തികളായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവർക്ക് അവരുടെ ഡിഗ്നിറ്റിയിൽ ഈക്വാലിറ്റിയാണ്, അവരുടെ ഡിവൈനിറ്റിയിൽ ഈക്വാലിറ്റിയാണ്. അതേസമയം അവരുടെ റോളുകളിലും അധികാര ശ്രേണിയിലും കീഴടക്കത്തിലൊക്കെ അവർ തമ്മിൽ വ്യത്യാസമുണ്ട് താനും. അപ്പോൾ ആ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ അവരുടെ ഈക്വാലിറ്റി അവർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു വളരെ ചെറിയ ഒരു മാനുഷികമായിട്ടുള്ള ഒരു രൂപമാണ് സ്ത്രീ പുരുഷ ബന്ധത്തിൽ ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്കതിനെക്കുറിച്ച് പറയാം. I said, look, of course I can't explain to you how God became human. But I said it's the only explanation that makes sense of the evidence as I see it. Now I said, I've got a simple analogy that might help you. It's a very low-level analogy, but at least it's biblical. I'm married. I've been married for 42 and a half years to the same person. And my wife and I are, in a sense, one. We're 2 persons in one flesh, the Bible would say, but in one unit. And it seems to me that at the very least, don't misunderstand me when I say this, that this mystery is telling us something magnificent about God.
അപ്പോൾ ആദ്യം കാണിച്ച വീഡിയോയിലുണ്ടായിരുന്ന ആളെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? കാണുന്നത് നല്ല കേട്ടോ, നല്ല മനുഷ്യനാണ്. അയാളുടെ പേര് ജോൺ ലെനക്സ് എന്നാണ്. 80 വയസ്സുള്ള ഓക്സ്ഫോർഡ് മാത്തമാറ്റീഷ്യനാണ്, പ്രൊഫസറാണ്. അദ്ദേഹം തിയോളജി PhD ഒക്കെയുള്ള ഫിലോസഫി PhD ഉള്ള മനുഷ്യനാണ്. ലോകം ആദരിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞ പ്രസ്താവന വെച്ചാൽ, ഞാൻ 54 വർഷമായിട്ട് കല്യാണം കഴിച്ചിരിക്കുന്നു, ഒരേ സ്ത്രീയുമായിട്ടാണ് കല്യാണം കഴിച്ചത്, ആ സ്ത്രീ മാറിയിട്ടില്ല, അതാണ് അവരൊക്കെ കൈയടിച്ചത്. അപ്പോൾ അദ്ദേഹം കുടുംബത്തെക്കുറിച്ച് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര് സാലി എന്നാണ്. ഞാനും സാലിയും 2 മനുഷ്യരാണ്, 2 വ്യക്തികളാണ്. പക്ഷേ ഞങ്ങൾ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള രീതിയിൽ ഞങ്ങൾ ഒരു ദേഹമായിട്ട് തീരുന്നു. ഈ ഒരു ദേഹമായിട്ട് തീരുന്ന ഞങ്ങളുടെ ഈ ജീവിതം ദൈവിക മിസ്റ്ററിയുടെ ഒരു റിഫ്ലക്ഷനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതൊരു ഒരു 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 ചീപ്പ് അനാട്ടമിയാണ്, ഒരു അനാളജിയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ മാനുഷിക തലത്തിൽ മനുഷ്യരായിട്ടുള്ള ആളുകളുടെ എല്ലാ പരിമിതികളും ഉള്ളപ്പോൾ തന്നെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ ഈ വലിയ സവിശേഷത പ്രകടമാക്കുന്ന ആളുകളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ മിസ്റ്ററിയെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ രസകരമായ പ്രസ്താവനയാണ്. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞ ദൈവം, നമ്മുടെ ദൈവം 3 പേഴ്സൺസായിട്ട് സ്ഥിതി ചെയ്യുകയും ആ ദൈവം അതേസമയം തന്നെ അവരുടെ തുല്യത നിലനിർത്തുകയും അവരുടെ റോളുകളിലും ദൗത്യങ്ങളിലുമുള്ള വ്യത്യാസം തുടരുകയും ചെയ്യുന്ന ആ മനോഹരമായിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ, അതിൻ്റെ ഒരു പ്രകടനമായിട്ടാണ് നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം ഈ ഒരു പ്രസ്താവനയാണ്. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് ഇഗാലിറ്റേറിയൻ വ്യൂ എന്നാണ് അല്ലേ? എന്നാൽ മറ്റൊരു വാക്ക് നമ്മൾ പഠിക്കണം. അതിൻ്റെ പേര് കോംപ്ലിമെൻറ്റേറിയനിസം എന്നാണ്. കോംപ്ലിമെൻറ്റേറിയനിസം, പരസ്പര പൂരകത്വം എന്ന് പറയാം. അപ്പോൾ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസത്തെ, അതേപോലെ തന്നെ തുല്യതയെയും ഒരേപോലെ, അത് ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ, അല്ലെങ്കിൽ ഒരു തുലാസിലെ 2 തട്ടുകൾ പോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വീക്ഷണഗതി, ഒരു നിലപാട്. ആ നിലപാടിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പരസ്പര പൂരകത്വം, കോംപ്ലിമെൻറ്റേറിയനിസം എന്ന് പറയും. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പുരുഷനാര്, സ്ത്രീ ആര്, എന്താണ് പുരുഷൻ്റെ റോളുകൾ, എന്താണ് സ്ത്രീയുടെ റോളുകൾ, എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസത്തിലൂടെ ദൈവം അർത്ഥമാക്കുന്നത്, എങ്ങനെ ഇതിനെ വളരെ ഹാർമോണിയസ് ആയിട്ട് സുന്ദരമായിട്ട് രണ്ടിനെയും സമന്വയിപ്പിക്കാം എന്നുള്ള ചോദ്യത്തിന് വളരെ കൃത്യമായിട്ടുള്ള ഉത്തരം നമുക്കിവിടെ കിട്ടും. അപ്പോൾ ചില കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട്. പരസ്പര പൂരക വീക്ഷണം. അപ്പോൾ men and women are created equally in the image of God and have equal value and dignity. They nevertheless have different complementary calling both in marriage and in the church. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്. അപ്പോൾ 2 പേരും തുല്യ മൂല്യത്തോടെ, തുല്യ അന്തസ്സോടെ, തുല്യ ദൈവ സ്വരൂപത്തോടെ, പുരുഷന് കൂടുതലോ സ്ത്രീക്ക് കുറവോ എന്നുള്ളൊരു വ്യത്യാസവുമില്ല, അങ്ങനെ തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ അവർക്ക് വ്യത്യസ്തങ്ങളായ, അതേസമയം പരസ്പരം പൂരിപ്പിക്കേണ്ടതായ ദൗത്യങ്ങളുണ്ട്, വിളികളുണ്ട്. അത് കുടുംബജീവിതത്തിലുണ്ട്, സമൂഹത്തിലുണ്ട്, സഭയിലുമുണ്ട്, എല്ലാ സ്ഥലത്തും. സഭയിൽ മാത്രമോ കുടുംബത്തിൽ മാത്രമല്ല ഈ കോംപ്ലിമെൻറ്റേറിയനിസം എന്ന് പറയുന്ന ആശയമുള്ളത്. കുടുംബത്തിൽ മാത്രമല്ല, അത് സൊസൈറ്റിയെ മുഴുവൻ ബാധിക്കുന്നതാണ് കോംപ്ലിമെൻറ്റേറിയനിസം. അപ്പോൾ ഈ വോക്ക് കൾച്ചർ ഉണ്ടായതിൻ്റെ പിന്നിൽ ഈ കോംപ്ലിമെൻറ്റേറിയൻ ആശയങ്ങളോടുള്ള എതിർപ്പാണ്, അതിനോട് ചേരായികയാണ്. അത് സമൂഹത്തിലും ജോലി സ്ഥലത്തെല്ലാം ഉണ്ട്, ജോലിയുടെ ഇടങ്ങളിലൊക്കെ ഇതുണ്ട്, എവിടെ ഇതുണ്ട്. അപ്പോൾ അവിടെയെല്ലാം സാധിക്കുന്ന ഒരു ബന്ധത്തെക്കുറിച്ചാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ പുരുഷനെ വിളിക്കുമ്പോൾ, പുരുഷനെ വിവാഹത്തിലേക്ക് വിളിക്കുമ്പോൾ ഭർത്താവിനെ വിളിക്കുന്നത് വിവാഹത്തിൽ തലയായിരിക്കാനാണ്, ഹെഡായിരിക്കാനാണ്. അതേസമയം സ്ത്രീയെ വിളിക്കുമ്പോൾ ഇതിനോട് പ്രതികരിക്കുന്ന, ഇതിനോട് ഏറ്റവും ബുദ്ധിപൂർവമായിട്ട്, ഏറ്റവും ലോജിക്കലായിട്ട് പ്രതികരിക്കുന്ന ഒരു പ്രതികരണ വിളിയാണ് സ്ത്രീയിൽ നിന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇഗാലിറ്റേറിയൻ വ്യൂ പറയുന്ന ആശയത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ റോളുകളൊന്നും പാപത്തിൻ്റെ ശേഷം മാറിയ റോളുകളല്ല. പാപത്തിന് ശേഷം മാറിയ ചില കാര്യങ്ങളുണ്ട്, പക്ഷേ ഇത് തുടക്കമിട്ടത് അതിന് മുമ്പാണ്, പാപം തുടങ്ങുന്നതിന് മുമ്പാണ്. പാപമോ മനുഷ്യൻ്റെ വീഴ്ചയോ, അതായത് ജെനസിസ് 1:27, 1:28 ഒക്കെ ജെനസിസ് 3ക്ക് മുമ്പാണല്ലോ. അപ്പോൾ ജെനസിസ് 3 മനുഷ്യൻ വീഴുന്നതിന് മുമ്പേ ഈ റോളുകൾ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്, ഈ റോളുകൾ ദൈവം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഗാലിറ്റേറിയൻ വ്യൂവിൽ പറയുന്നത് പോലെ വീഴ്ചയ്ക്ക് ശേഷം ഈ റോളുകളിൽ വ്യത്യാസം കൊണ്ടുവന്നു എന്ന് പറയേണ്ട കാര്യമില്ല. വ്യത്യാസം ഉണ്ട്, ചില മേഖലകളുണ്ട് കേട്ടോ, അത് വേറെ ചില മൈനർ വ്യത്യാസങ്ങളാണ് താനും. അപ്പോൾ ഇതാണ് പരസ്പര പൂരക വീക്ഷണം. അപ്പോൾ ഈ വീക്ഷണം നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഈ പുരുഷനാര് സ്ത്രീ ആര് എന്ന് അറിഞ്ഞാലേ നമുക്ക് ഒരുമിച്ചുള്ള ഒരു ബന്ധത്തിലേക്ക് പോകാനും
അതിൽ ദൈവം വിഭാവനം ചെയ്ത കാര്യങ്ങളൊക്കെ നടക്കാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് നമുക്കിങ്ങനെ പറയാം. ഒരു വിവാഹത്തെക്കുറിച്ച് ഒരു ഡെഫിനേഷൻ, ഒരു ചെറിയ വേറൊരു ഡെഫിനേഷൻ. ഇന്നലെ നമ്മൾ വളരെ വേദശാസ്ത്രപരമായിട്ടൊരു ഡെഫിനേഷൻ പറഞ്ഞു. ഇവിടെ ഒരു റിലേഷണൽ ഡെഫിനേഷനാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്നലത്തെ തിയോളജിക്കൽ ഡെഫിനേഷൻ അല്ല. അപ്പോൾ ഇതിനെ നമുക്കിങ്ങനെ പറയാം: ഇൻ ക്രിസ്ത്യൻ മാരേജ് ദ ലവിങ് അതോറിറ്റി ഓഫ് മാൻ ആൻഡ് ഗ്ലാഡ് സബ്മിഷൻ ഓഫ് വുമൺ മീറ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എ ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ്. അല്ലേ? നല്ല സുന്ദരമല്ലേ കേൾക്കാൻ? അല്ലേ? ഒരു സുന്ദര ബാന്ധവത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്നേഹാർദ്രനായ അധികാരമുള്ള ഒരു പുരുഷനും സസന്തോഷം അതിനോട് വിധേയപ്പെടുന്ന ഒരു സ്ത്രീയും തമ്മിൽ ഒരുമിക്കുന്നു. കേൾക്കുമ്പോൾ തന്നെ രോമാഞ്ചം അല്ലേ? ഇതാണ് നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി. ഇതാണ് നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി. അതോറിറ്റി മർക്കടപുഷ്ടിയുള്ള കയ്യൂക്കുള്ള അതോറിറ്റി അല്ല. ദാറ്റ്സ് എ ലവിങ് അതോറിറ്റി. സ്നേഹാർദ്രമായ ഒരു അധികാരം. അതാണ് പുരുഷൻ്റെ അധികാരം. മസിൽ കൊണ്ടും മീശ വിരിച്ചും ആജ്ഞാശക്തി കൊണ്ടും കീഴടക്കുന്ന അധികാരത്തെക്കുറിച്ചല്ല, സ്നേഹം കൊണ്ട് ആശ്വസിപ്പിക്കുന്ന, ചേർത്ത് പിടിക്കുന്ന അധികാരം. ആ അധികാരമുള്ള പുരുഷനും അതിനോട് സ്വന്തം ഇഷ്ടത്തോടെ, സന്തോഷത്തോടെ, താല്പര്യത്തോടെ വിധേയയാകുന്ന ഒരു സ്ത്രീയും. ഇവർ തമ്മിൽ ഒരു ബന്ധത്തിൻ്റെ, ഒരു പാരസ്പര്യ ബന്ധത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഒരുമിച്ച് ചേരുന്ന ഇടത്തെയാണ് നമ്മൾ കുടുംബം എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു ഇടമാണ് നിങ്ങൾ ചേർന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഉണ്ടാക്കണ്ടേ? നമുക്കത് സാധിക്കും. അതിനാണല്ലോ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിനല്ലേ നമ്മൾ ഈ ഒരുക്കം നടത്തുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും. അതിനെക്കുറിച്ചുള്ള നല്ല ചിന്തകൾ, കൃത്യമായിട്ടുള്ള ചിന്തകൾ, യാഥാർത്ഥ്യബോധമുള്ള ചിന്തകൾ, ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട ചിന്തകൾ നമുക്കുണ്ടാകണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പ്രാക്ടിക്കൽ ഡെഫിനിഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് വയ്ക്കുക. അപ്പോൾ പുരുഷൻ അധികാരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എപ്പോഴും ഓർക്കുക, അധികാരം ലവിങ് റിലേഷൻഷിപ്പാണ്. സ്ത്രീ സബ്മിഷൻ എന്ന വാക്ക്, അല്ലേ? അത് ബൈബിളിൽ ഇല്ലായിരുന്നെങ്കിൽ, ഈ പൗലോസ് ആ വാക്ക് എഴുതാതിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന എത്രയോ സ്ത്രീകൾ ഉണ്ടെന്നറിയോ? പൗലോസിനെ കൊണ്ട് തോറ്റു, പൗലോസിൻ്റെ ഒരു ഇഡിയോസിൻക്രസി എന്നൊക്കെ പറയുന്ന ആളുകളാണ്. മൂരാച്ചിത്തരം. പൗലോസ് ഇച്ചിരി പെണ്ണൊന്നും കെട്ടിയിട്ടില്ലല്ലോ, ഇച്ചിരി സ്ത്രീവിരോധിയൊക്കെ ആയിരുന്നു, കീഴടങ്ങിയിരുന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പറയായിരുന്നെങ്കിൽ എന്തല്ല. ബൈബിളിൽ ചില വാക്കുകളൊക്കെ അല്ലേ, അതങ്ങ് ഒഴിവാക്കിയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബൈബിള് നമുക്ക് കുറച്ചും ഇഷ്ടപ്പെടുമായിരുന്നു എന്നൊക്കെ തോന്നിപ്പോ അല്ലേ? വെറുതെ എഴുതിയതല്ല, പൗലോസിൻ്റെ ഇഡിയോസിൻക്രസി ഒന്നും അല്ല അത് കൾച്ചറൽ റീഡിംഗ് ആണെന്ന് പറയുന്ന ആളുകളുണ്ട്. അതൊന്നുമല്ല. താഴേക്ക് വെച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും എന്താ പറഞ്ഞത്, സബ്മിഷൻ എന്താണെന്ന്. അപ്പോൾ ഈ സബ്മിഷൻ എന്താണെന്ന് മനസ്സിലാവാത്തതുണ്ട്. നമുക്ക് അതിനെക്കുറിച്ചൊരു താഴേക്ക് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് കുറച്ച് മനസ്സിലാവും. അപ്പോൾ അത് ഓർക്കുക. അപ്പോൾ ഇനി പുരുഷന്മാർക്ക് ഒരു 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 ചെറുപ്പക്കാരിൽ നിന്നും ഒരു പുരുഷനിൽ നിന്നും ഒരു ഹസ്ബൻഡിലേക്കുള്ള യാത്ര, അല്ലേ? അങ്ങനെ ഒരു ചോക്ലേറ്റ് ബോയ്, 6 പാക്ക്, മാച്ചോ, അവിടെ നിന്ന് ഒരു ഹസ്ബൻഡിലേക്കുള്ള റോള്. ആ റോള് നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ അതിനെന്തൊക്കെയാണ് ഉള്ളത്? അങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ ഈ കണ്ട ഒരുപാട് ചലഞ്ചസ് നമ്മുടെ ചുറ്റും അങ്ങനെ നിറയാണ്. ഒരുപാട് ചലഞ്ചസ് ഉണ്ടല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പുരുഷത്വം എന്തെന്ന് അറിയാത്ത പ്രശ്നം, ആരാണ് പുരുഷൻ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള ധാരണയില്ലാത്ത കാര്യം. അതേപോലെ കടമകൾ പണ്ടത്തെ പോലെയല്ല. ഇന്നത്തെ പുരുഷൻ്റെ കടമകളിലൊക്കെ വലിയ വ്യത്യാസം വന്നു അല്ലേ? പണ്ടെന്ന് വെച്ചാൽ പിള്ളേരെ നോക്കൽ, അടുക്കളപ്പണി, മറ്റു കാര്യങ്ങൾ, ഗ്രോസറി ഷോപ്പ്, ബാക്കി കാര്യങ്ങൾ, ഇതൊക്കെ പറഞ്ഞാൽ ഇതൊന്നും പുരുഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പെട്ട കാര്യങ്ങളല്ലായിരുന്നു. കാരണം വീട്ടിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, സ്ത്രീകളും മുതിർന്ന പിള്ളേരും പിന്നെ അമ്മായിമാരും ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നോക്കാനായിട്ട്. അതൊക്കെ അവർ നോക്കുമായിരുന്നു. ഇന്നങ്ങനെയല്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭാര്യയ്ക്ക് ജോലിക്ക് പോകണമെങ്കിൽ അത് ചിലപ്പോൾ ഭാര്യയ്ക്കായിരിക്കും ആദ്യം പോകേണ്ടത്, ഭർത്താവിന് പിന്നെ പോയാൽ മതി. അപ്പോൾ മിക്കവാറും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ പുരുഷനായി മാറി, ഉത്തരവാദിത്തങ്ങൾ സങ്കീർണമായി. കൊച്ചിൻ്റെ പിന്നെ ഈ ഡയപ്പറൊക്കെ മാറേണ്ട കാര്യമൊക്കെ ആദ്യമേ പിടിച്ചോളൂ കേട്ടോ, എങ്ങനെ ഇടുന്നതൊക്കെ. ഇതൊക്കെ വലിയ സങ്കീർണമായ കാര്യങ്ങളാണ്. ഇത് ശരിയായി തെറ്റിപ്പോയി കഴിഞ്ഞാൽ വലിയ കുടുംബകലങ്ങളുണ്ടാകും. അപ്പോൾ നമ്മൾ സങ്കീർണമായി പണ്ട് ഇങ്ങനത്തെ പ്രശ്നമൊന്നും അല്ലായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി സങ്കീർണമായിട്ടുള്ള കടമകളും ദൗത്യങ്ങളും ഒക്കെ പുരുഷൻ്റെ മേലേക്ക് വന്നു ചേർന്നു. അവന് പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. പണ്ട് ജോലിയും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതിയായിരുന്നു. പിന്നെ ഗ്യാസയിൽ എത്ര ബോംബിട്ടു എന്നൊക്കെ എടുത്തിരുന്നാൽ പുരുഷൻ തൃപ്തനായിരുന്നു. പിന്നെ ഈ റോക്കറ്റാണോ അങ്ങോട്ട് വിടുന്നത്, അവിടുന്ന് ബാലിസ്റ്റിക് മിസൈലാണോ അങ്ങോട്ട് വരുന്നത്, തുടങ്ങിയ വലിയ കാര്യങ്ങൾ പുരുഷന്മാർക്ക് ചിന്തിച്ചുകൊണ്ടെന്ന് വരുന്നു. ഇന്ന് രാവിലെ അടുക്കളയിൽ കയറേണ്ട ഉത്തരവാദിത്വം പുരുഷനുണ്ട്, സങ്കീർണമായി തീർന്നിരിക്കുകയാണ്. പിന്നെ പുരുഷൻ്റെ വലിയൊരു പ്രശ്നമാണ് ലൈംഗിക പ്രലോഭനങ്ങൾ. അത് പുരുഷൻ്റെ പൊതുവിലുള്ള പ്രശ്നമാണ്. അവൻ പൊതുവെ ലൈംഗിക പ്രലോഭനങ്ങളിൽ താല്പര്യമുള്ള, ലൈംഗികതയിൽ താല്പര്യമുള്ള, കാരണം ആ ഒരു സെക്ഷൽ ഡ്രൈവുള്ള പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് അത് കുറച്ച് കൂടുതലുമാണ്. അപ്പോൾ ആ പ്രശ്നമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്നുള്ളത്,
ഒരു ഒറ്റയാൻ ജീവിതമാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ. സ്ത്രീകൾക്ക് കുറച്ചും കൂടി കണക്ഷൻസ് ഉണ്ട്, അവരുടെ ഇമോഷണൽ ഷെയറിങ് കുറച്ച് നടക്കും, അവർക്ക് നല്ല ബന്ധങ്ങളുണ്ട്, അവർക്ക് അവരുടെ ഹൃദയം തുറക്കാൻ ഇപ്പോൾ വിഷമവും പ്രയാസമൊക്കെ ഉണ്ടായി പറയാനൊരിടമുണ്ട്, അങ്ങനെ പറയാൻ താല്പര്യമുണ്ട്, കേൾക്കാനും താല്പര്യമുണ്ട്. ഒരു 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 നിങ്ങളുടെ ഒരു പിന്നെ നിങ്ങളുടെ ഇന്നലെ റൂമിൽ കിടന്ന ആൾ രാവിലെ വന്നിട്ട് എൻ്റെ ഉള്ളിൽ വലിയ വിഷമവും പ്രയാസവും ഉണ്ട് പറയുമ്പോൾ നീ പോയി പണി വെക്കണമെന്ന് പറയും. അല്ല, അവൻ രാവിലെ വിഷമം പറഞ്ഞു വന്നേക്കണം, ഇവന് വേറെ പണിയൊന്നുമില്ലേ എന്നാണ് കൂടെ കിടക്കുന്നതെന്ന് ചോദിക്കുക. അവനത്രേ ഉള്ളൂ. അതേസമയം ഇപ്പുറത്തും അയ്യോ എന്താ പറ്റിയേ അല്ലേ, എന്തൊരു ആശ്വാസം അല്ലേ, അത് പറയുമ്പോൾ കേൾക്കുമ്പോൾ എന്തൊരു സുഖം. അങ്ങനെ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ് സ്ത്രീകൾ പൊതുവേ. പുരുഷന്മാർക്ക് ഇത് പരിപാടിയൊന്നുമില്ല. അവന് ഈ ഇമോഷൻ പറഞ്ഞാൽ ഇവൻ എന്തോ വട്ടുപിടിച്ചു എന്ന മട്ടിലാണ് അവരുടെ കൂട്ടുകാരൊക്കെ കാണുക. അപ്പോൾ അത്രയേ ഉള്ളൂ അവരുടെ ഒരു മേഖല എന്ന് പറഞ്ഞാൽ. പിന്നെ പുരുഷനെക്കുറിച്ച് പൊതുവിൽ പറയാവുന്ന ഒരു വലിയൊരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ അവന് ഇന്നത്തെ പുരുഷന്മാർ അങ്ങനെ വളരെ ചെറിയ കാര്യങ്ങളിൽ ദേ ആർ സാറ്റിസ്ഫൈഡ്. അങ്ങനെ വലിയ ലക്ഷ്യങ്ങളൊന്നും കാര്യമായിട്ടില്ല. മിക്കവാറും ഒരു ജോലിയെ കിട്ടി, ഇനിയൊരു നല്ല ഭാര്യയെ കിട്ടി, 1-2 പിള്ളേരൊക്കെ ആയി, 2.5 മതി, അത് കൂടുതൽ വേണ്ട, അപ്പോൾ അപ്പോഴത്തേക്കും ബസ് തൃപ്തിയായി. പിന്നെ ഏറിപ്പോയ സഭയിൽ ഒരു 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 ക്രൂശ് വരണം. പണ്ട് കർത്താവ് മരിച്ചു, ഇനിയിപ്പോൾ നമ്മുടെ ക്രൂശ് വരണം, ഓരോ ഞായറാഴ്ച ഒരു ക്രൂശ് വരണമൊക്കെ ആയിട്ട് നമ്മളങ്ങനെ തൃപ്തിയായിട്ട് ഇങ്ങനെ പോകും. അതിൽ കൂടുതൽ ഒരു 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 കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞാൽ അതൊന്നും വേണ്ട, അതൊക്കെ ആരെങ്കിലും ചെയ്തോട്ടെ അല്ലേ. വളരെ ചെറിയ കാര്യങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്ന പുരുഷന്മാരാണ് ഇന്ന് ലോകത്തുള്ളത്. സ്ത്രീകൾക്ക് കുറച്ചും കൂടെ വിശാലതയുണ്ട് ആ കാര്യത്തിൽ, കുറച്ചും കൂടെ താല്പര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് പുരുഷൻ്റെ ഒരു ചലഞ്ചസ്, പൊതുവിലുള്ള ചലഞ്ചസ്. അപ്പോൾ ഈ ഒരു ഹേർഡിൽസിനൊക്കെ മറികടന്നിട്ട് വേണം നമ്മളൊരു ഹസ്ബൻഡിലേക്കുള്ള യാത്ര തുടരാനായിട്ട്. അപ്പോൾ നമുക്കൊരു എന്താണ് പുരുഷത്വം എന്ന് ചോദിച്ചാൽ, വാട്ട് ഈസ് ട്രൂ മാസ്കുലിനിറ്റി എന്ന് ചോദിച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. അതിൻ്റെ മോഡൽ തീർച്ചയായിട്ടും ആരായിരിക്കും അല്ലേ? ഏറ്റവും നല്ല പുരുഷൻ അല്ലേ, ഉത്തമ പുരുഷൻ, സുന്ദര പുരുഷൻ അല്ലേ, ആരായിരുന്നു? നമ്മുടെ കർത്താവ് തന്നെ അല്ലേ. നമ്മുടെ കർത്താവിനേക്കാൾ സുന്ദരനായ, സുന്ദരം എന്ന് വെച്ചാൽ ഫിസിക്കൽ സൗന്ദര്യത്തെക്കുറിച്ച് മാത്രമല്ല, ഇത്രമാത്രം ഉത്തമനായ, ഇത്രമാത്രം ശ്രേഷ്ഠനായ മാതൃകാ പുരുഷൻ, പുരുഷോത്തമൻ അല്ലേ. ആരാണുള്ളത്? പുരുഷോത്തമൻ. പുരുഷന്മാരിൽ ഉത്തമനാണ് പുരുഷോത്തമൻ അല്ലേ. നമ്മുടെ കർത്താവല്ലേ പുരുഷോത്തമൻ. അപ്പോൾ കർത്താവിനെ കുറിച്ച് നോക്കി കഴിഞ്ഞാൽ ആ കർത്താവിൻ്റെ പുതു ചിന്ത, അതിനെക്കുറിച്ച് ഒരു എഴുത്തുകാരൻ പറഞ്ഞ പ്രസ്താവനയിൽ എടുത്തത് ഹിസ് ബോൾഡ്നെസ്. എന്തൊരു ബോൾഡായിരുന്നു കർത്താവല്ലേ. ബോൾഡ് എന്ന് വെച്ചാൽ എന്താ? ബോൾഡെന്ന് വെച്ചാൽ എന്താ? ബോൾഡ്നെസ് എന്ന് വെച്ചാൽ എന്താ ആശയം? എന്താണോ തൻ്റെ ചിന്തകൾ, തൻ്റെ ആശയങ്ങൾ, ആ കാര്യത്തിൽ നല്ല ഉറപ്പുള്ള ആളാണ് ബോൾഡ്നെസ്. അത് വെറുതെ ഒരു ഇടിച്ചു കയറി പോകുന്ന ഒരാളല്ല. എന്തിനെക്കുറിച്ച് ഒക്കെ ചിന്തിക്കുന്നു, ആ ചിന്തകളെക്കുറിച്ച് നല്ല ധാരണയുള്ള മനുഷ്യനാണ്, നല്ല ഉറപ്പുള്ള ആളാണ്. അതാണ് ബോൾഡ്നെസ്. ആ ബോൾഡ്നെസ് കർത്താവിനുണ്ടായിരുന്നു. കർത്താവിന് ഫിയർലെസ്നെസ് ഉണ്ടായിരുന്നു അല്ലേ. കർത്താവ് ധീരനായിരുന്നു. അതിനെ പേടിച്ചു പോകുന്ന ആളെന്നല്ല. കർത്താവിനെ പേടിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ വന്നു അല്ലേ. കർത്താവിന് ഒരു കൂസലുണ്ടായി. കർത്താവിന് ദൗത്യം ക്ലിയർ ആയിരുന്നു. കർത്താവ് ധീരനുമായിരുന്നു. കർത്താവിൻ്റെ സാക്രിഫിഷ്യൽ ലവ് അല്ലേ, അതിൻ്റെയൊക്കെ റിസൾട്ടല്ലേ നമ്മളെല്ലാം. കർത്താവിൻ്റെ സാക്രിഫിഷ്യൽ ലവ്, ത്യാഗപൂർണ്ണമായ കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ റിസോൾവ് അല്ലേ. റിസോൾവ് എന്താണ്? തീരുമാനത്തിൽ ഉറപ്പിച്ച് ആ ലക്ഷ്യത്തിലേക്കുള്ള കർത്താവിൻ്റെ യാത്ര അല്ലേ. കർത്താവിൻ്റെ മുഖം യെരുശലേമിന് നേരെ തിരിച്ചു അല്ലേ, അങ്ങനെ പോവുകയാണല്ലേ. കർത്താവ് അങ്ങനെ മുഖം ഉറപ്പിച്ചു, കണ്ണുറപ്പിച്ച് തന്നെ ലക്ഷ്യത്തിലേക്ക് പോയി അല്ലേ. അതല്ലേ എബ്രായലേഖന കർത്താവ് പറഞ്ഞേ, അവൻ തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ലക്ഷ്യം നോക്കി പോയി അല്ലേ. അതാണ് കർത്താവ്. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന പ്രസ്താവനയുണ്ട്, ബിഹോൾഡ് വി ആർ ഗോയിങ് ടു ജെറുസലേം അല്ലേ. അവിടെ എന്താ നടക്കാൻ പോകണമെന്നും എന്താ ചെയ്യാൻ പോകുന്നതെന്നും എല്ലാം അറിയാം. കർത്താവ് ഒരൊറ്റ പ്രസ്താവനയാണ്, നാം ഇതാ യെരുസലേമിലേക്ക് പോകുന്നു. എന്തൊരു ധീരനാണ് കർത്താവ് അല്ലേ. എന്ത് ധൈര്യമാണ് കർത്താവിന്. അതാണ് കർത്താവ്, അതാണ് പുരുഷത്വം. അപ്പോൾ പുരുഷന്മാരെ കർത്താവിനെ മാതൃകയാക്കുക. കർത്താവിനെ പോലെ ഉറപ്പുള്ള ബോധ്യങ്ങളുള്ള, ധീരതയുള്ള, സാക്രിഫിഷ്യൽ സ്നേഹം കാണിക്കുന്ന, തികഞ്ഞ നിശ്ചയദാർഢ്യമുള്ള പുരുഷന്മാരായിട്ട് നമുക്ക് തീരണം. അങ്ങനെ പോയാൽ നമുക്ക് ഈ ചലഞ്ചസൊക്കെ മറികടക്കാം. അത് നമ്മുടെ മുമ്പിലുള്ള വലിയ ചലഞ്ചാണ്, വലിയൊരു വിളിയാണ്, വലിയൊരു കോളിംഗ് ആണ്. അതാണ് നമ്മുടെ മുമ്പിൽ. ചെറുതിൽ തൃപ്തിപ്പെടുന്നത് കർത്താവിൻ്റെ ലക്ഷ്യമല്ലേ. എന്ത് വലിയ ലക്ഷ്യമാണല്ലേ. കർത്താവിൻ്റെ ലക്ഷ്യം ഇന്ന് ലോകത്ത് നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം അതിൻ്റെ പൂർണ്ണതയിൽ ഈ ലോകം മുഴുവൻ ദൈവിക തേജസ് കൊണ്ട് നിറയുന്ന ആ സുന്ദരമായ പ്രഭാതത്തിൻ്റെ കാത്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എല്ലാത്തിൻ്റെയും പൂർണ്ണത പൂർത്തിയാക്കുന്നത് ഇതിലൂടെയാണെന്ന് കർത്താവിൻ്റെ ദൗത്യത്തിലൂടെയാണ്. ആ ഉറപ്പിലാണ് കർത്താവ് ജീവിച്ചത്. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര മഹത്തായ ലക്ഷ്യമാണല്ലേ. ആ ലക്ഷ്യത്തിലേക്ക് കർത്താവ് പോയിക്കൊണ്ട് ചെറുതിലൊന്നും തൃപ്തിപ്പെടരുത്. നമുക്ക് മുമ്പിൽ വലിയ കാര്യങ്ങളുണ്ട്, വലിയ കാര്യങ്ങളുണ്ട്. വലുതിലേക്ക് ശ്രദ്ധ ഊന്നി നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ആരാണ് പുരുഷൻ എന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങൾ പെട്ടെന്ന് റോൾസ് ഓഫ് ദി ഹസ്ബൻഡ് എന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ ഒരു ആണിൽ നിന്ന് ഒരു ഭർത്താവിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ യാത്ര ഒരു ആണിൽ നിന്നുള്ള ഭർത്താവിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ എന്തൊക്കെയുണ്ട് അവിടെ പല കാര്യങ്ങളുണ്ട്. അവിടെ പുരുഷനെക്കുറിച്ച് പറയുമ്പോൾ പുരുഷൻ ലീഡറാണ്,
നായകൻ അല്ലേ, നായകൻ അവൻ ലീഡ് ചെയ്യുന്നവനാണ്, മുമ്പിൽ നയിക്കുന്നവനാണ്, ലീഡറാണ്. അപ്പോൾ പിന്നെ ഒളിച്ചും പാത്തിരുന്നല്ല ലീഡർഷിപ്പ് നടക്കുക. ഗാസയിലെ ഹമാസിൻ്റെ നേതാക്കളെ പോലെയല്ല, അവർ നാട്ടുകാരെ മുഴുവൻ കുരുതി കൊടുത്തിരുന്നത് അവർ വേറെ സ്ഥലത്ത് പോയിരിക്കും. ആ പരിപാടിയല്ല ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് വെച്ച് മുമ്പിൽ നയിക്കുന്നവരാണ്. യാസർ അറാഫത്തിനെ പോലെ ഫ്രാൻസിൽ ജീവിച്ച് ഗാസയിലെ ആളുകളെ കൊല്ലാൻ വിട്ടുകൊടുത്ത ആളുകളെ നേതാക്കന്മാരെന്ന് വിളിക്കാൻ പറ്റുകയില്ല. നല്ല നേതാക്കന്മാരായിരിക്കാം. അതേപോലെ ഹെഡ്, തലയായിരിക്കാനുള്ള വിളിയാണ്. തല ഒട്ടകപക്ഷിയെ പോലെ മണ്ണിൽ പൂഴ്ത്തി വയ്ക്കുന്ന ആൾക്കാരല്ല, തല ഉയർത്തി നിൽക്കുന്ന ആൾക്കാരായിട്ട് നമുക്ക് ജീവിക്കണം. അതേപോലെ ലവർ അല്ലേ, ലവർ, ആ വാക്ക് കേൾക്കുമ്പോൾ നല്ല രസമാണല്ലേ. പക്ഷേ പുരുഷന്മാർക്കുണ്ടല്ലോ വളരെ ബുദ്ധിമുട്ടുള്ളൊരു മേഖലയാണ് സ്നേഹം എന്നുള്ള മേഖല, സ്നേഹിക്കാനുള്ള മേഖല. മാത്രമല്ല ഈ സ്നേഹം എന്ത് സ്നേഹമാണെന്നറിയാമല്ലോ, ഈ സ്നേഹം എന്ത് സ്നേഹമെന്നറിയാമല്ലോ. അപ്പോൾ ആ സ്നേഹത്തിനായിട്ടുള്ള വിളിയാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. അതേപോലെ പ്രൊവൈഡറാണ്, ദാതാവാണ്. തൻ്റെ കുടുംബത്തിന്, മക്കൾക്ക്, ഒപ്പമുള്ള ആളുകൾക്ക്, സംരക്ഷണം ആവശ്യമുള്ള ആളുകൾക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊവൈഡറാണ് പുരുഷൻ. അത് വലിയൊരു വിളിയാണ്. അതേപോലെ പുരുഷൻ അക്കൗണ്ടബിളാണ്, ഉത്തരവാദിത്വ ബോധമുള്ള, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ല ഉത്തരവാദിത്വ ബോധമുള്ള ഒരാളാണ് പുരുഷൻ. അതേപോലെ പ്രൊട്ടക്ടറാണ്, സംരക്ഷകനാണ് അല്ലേ, സംരക്ഷിച്ച് നിർത്തുന്നവനാണ് പുരുഷൻ. അതേപോലെ പാസ്റ്ററാണ്, ഇടയനാണ്. എന്ന് വെച്ചാൽ കുടുംബത്തിൻ്റെ ആത്മീയ കാര്യങ്ങൾ നല്ല നിലയിൽ നോക്കുന്ന, കുടുംബത്തിൻ്റെ ആത്മീയ ഉന്നമനം ലക്ഷ്യമാക്കി കാര്യങ്ങൾ ചെയ്യുന്ന, കുടുംബത്തിന് ബൈബിൾ ക്ലാസ് എടുത്തു കൊടുക്കുന്ന, മക്കൾക്ക് ദൈവവചനത്തിലുള്ള ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു പിതാവ്. പിതാവിൻ്റെ ഉപദേശം വളരെ പ്രധാനപ്പെട്ട ഉപദേശമാണ്. അത് കൊടുക്കാൻ പറ്റുന്നവരാണ്. പിതാവാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടീച്ചർ എന്ന് പറയുന്നത് മക്കളുടെ ജീവിതത്തിൽ. പ്രത്യേകിച്ച് ദൈവവചനത്തിലെ ഉൾക്കാഴ്ചകൾ പകർന്നു കൊടുക്കാനായിട്ടുള്ള വലിയ ദൗത്യം പിതാക്കന്മാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ മക്കളോട് ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. പഴയ നിയമത്തിലൊക്കെ ഒരുപാട് പ്രസ്താവനകൾ അതിനെക്കുറിച്ചുണ്ടല്ലോ. ഇതൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഒരു പുരുഷൻ, ഒരു ഹസ്ബൻഡ്. പുരുഷനല്ല, ഒരു ഹസ്ബൻഡ്. അപ്പോൾ അതിലേക്കുള്ള വിളിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് പുരുഷത്വം എന്ന് ചോദിച്ചാൽ ഒരു ഡെഫിനിഷൻ പോലെ ഒരു പ്രസ്താവന അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ നല്ല പ്രസ്താവനയായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ എന്താണ് പുരുഷത്വം എന്ന് ചോദിച്ചാൽ പുരുഷൻ്റെ എല്ലാ മേഖലകളിലും ഈ പുരുഷത്വം എന്നുള്ള ആശയമുണ്ട്. അത് കുടുംബബന്ധത്തിൽ മാത്രമല്ല, സമൂഹത്തിലും മറ്റെല്ലാം, സഭയിലൊക്കെ ഈ കാര്യം പ്രസക്തമാണ്. വ്യത്യസ്ത ബന്ധങ്ങൾക്ക് അനുയോജ്യമായ വിധത്തിൽ സ്ത്രീയെ നയിക്കാനും കരുതാനും സംരക്ഷിക്കാനും ഉള്ള ഉദാരമായ ഉത്തരവാദിത്വ ബോധമാണ് പക്വതയാർന്ന പുരുഷത്വത്തിൻ്റെ കേന്ദ്രഭാവം. അപ്പോൾ ഒരു പുരുഷൻ്റെ ഉള്ളിൽ, പുരുഷന്മാരായിരിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ഒരു ഭാവമുണ്ട്. ഭാവം എന്ന് വെച്ചാൽ അഹംഭാവം അല്ല, ഒരു നല്ല ഭാവം ഉണ്ട്. ഈ ഭാവം എന്താണെന്നറിയോ? അവൻ്റെ ഉള്ളിൽ നിറയുന്നൊരു ഭാവമുണ്ട്. എന്താ ഭാവം എന്നറിയോ? ഞാൻ ഒരു ഉത്തരവാദിത്വ ബോധമുള്ള പക്വതയാർന്ന പുരുഷനാണ്. അതിൽ എന്തൊക്കെയുണ്ട്? പുരുഷത്വം എന്ന് പറയുന്നത് എപ്പോഴും ഇൻ റിലേഷൻഷിപ്പ് ടു സ്ത്രീ, അതാണല്ലോ പുരുഷത്വം വരുന്നത്. അല്ലാതെ പുരുഷൻ തന്നെയുള്ള സ്ഥലത്ത് പുരുഷത്വത്തെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. സ്ത്രീകളും കൂടിയുള്ള ഒരു സമൂഹത്തിൽ, ഒരു ബന്ധത്തിലാണ് പുരുഷത്വത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ സ്ത്രീകളുള്ള ഒരു സമൂഹത്തിൽ, സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തിൽ പുരുഷത്വം എന്ന് വെച്ചാൽ അവരെ നയിക്കാൻ, കരുതാൻ, സംരക്ഷിക്കാൻ. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് എങ്ങനെയാ? ഉദാരമായ ഉത്തരവാദിത്വ ബോധത്തിൽ നിന്നാണ്. ഔദാര്യമുള്ള ഉത്തരവാദിത്വ ബോധം എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് പറയുന്നത് ബെനവളൻ്റ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഇതാണ് പുരുഷത്വം. അപ്പോൾ പുരുഷൻ വളരെ ബെനവലൻ്റായിട്ട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ആളാണ്. ഇവനെ തള്ളിവിട്ടിട്ട് ഇങ്ങനെ പിടിച്ചു നിർത്തി കൊണ്ടുപോകേണ്ട കാര്യമല്ല. അവൻ ഉദാരബോധമുള്ള മനുഷ്യനാണ്, അങ്ങനെ ചെയ്യുന്നവനാണ്. അവൻ ലീഡ് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു, പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ഇൻ വേയ്സ് അപ്രോപ്രിയേറ്റ് ടു മാൻസ് ഡിഫറിങ് റിലേഷൻഷിപ്പ്. ഇത് ജോൺ പൈപ്പറുടെ ഒരു ഡെഫിനേഷനാണ്. ജോൺ പൈപ്പറും വെയിൻ ഗ്രൂഡും കൂടെ എഴുതിയ, പിന്നെ എന്താ പറയുക, കോംപ്ലിമെൻറ്റാരിറ്റിയെക്കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ പറഞ്ഞൊരു ഡെഫിനേഷനാണ്. വളരെ നല്ലൊരു ഡെഫിനേഷനാണ്. അപ്പോൾ ഇത് പുരുഷന് പല ബന്ധങ്ങളുണ്ട്. ഇപ്പോൾ അനിയത്തിമാരോട് ബന്ധമുണ്ട്, വീട്ടിൽ പെങ്ങന്മാരുണ്ടെങ്കിൽ അവരോട് ബന്ധമുണ്ട്, ചേച്ചിമാരുണ്ടെങ്കിൽ ബന്ധമുണ്ട്, അതേപോലെ അമ്മായിമാരും ഒക്കെ ഉണ്ടാവും, ഇങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ടാവും, ആൻറ്റിമാരൊക്കെ ഉണ്ടാവും. ഓഫീസിലാണെങ്കിൽ മറ്റ് സ്ത്രീകളുണ്ടാവും. ഈ ബന്ധങ്ങളിലെല്ലാം ഇതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങളുണ്ട്. എന്തെല്ലാം ബന്ധമായിക്കോട്ടെ, ഇപ്പോൾ റോഡിലൂടെ നടക്കുന്ന ഒരു സ്ത്രീ, നമുക്ക് യാതൊരു പരിചയമില്ലാത്ത സ്ത്രീ ആണെങ്കിലും അവൾക്കൊരു അപകടം പറ്റിയാൽ അവളെ സംരക്ഷിക്കാനുള്ള ഔദാര്യമായ ഉത്തരവാദിത്വം പിടിക്കുന്ന എല്ലാ പുരുഷന്മാർക്കും ഉണ്ട്. കാരണം പുരുഷത്വത്തിൻ്റെ സ്വതവേയുള്ള ഭാവമാണ്. ഒരു സ്ത്രീ അവിടെ വീണ് കിടക്കുമ്പോൾ, ഏത് സ്ത്രീ, ആരെ സ്ത്രീ, എനിക്കെന്ത് കാര്യം എന്ന് പറഞ്ഞ് പോകുന്നവനല്ല പുരുഷൻ. ആ സ്ത്രീയെ സഹായിക്കുന്നവനാണ്. ആ പുരുഷന്മാരായാലും സഹായിക്കേണ്ടതല്ല, സ്ത്രീകളെ സഹായിക്കാൻ നമുക്ക് കുറച്ചുകൂടി ഇഷ്ടം കൂടുമായിരിക്കും ചിലപ്പോൾ. പക്ഷേ ഇത് രണ്ട് രീതിയിലുമുണ്ട്. എന്തായാലും സ്ത്രീയോടുള്ള അവൻ്റെ സമീപനം,
ഞാൻ ലീഡറാണ്, ഞാൻ പ്രൊട്ടക്ടറാണ്, ഞാൻ പ്രൊവൈഡറാണ്, ഞാൻ അവരെ കരുതേണ്ടവരാണ്. ഇതാണ് ഇങ്ങനെ ചെയ്യുന്ന പുരുഷനുള്ളപ്പോൾ ആ സ്ത്രീക്ക് എന്തൊരു സുരക്ഷിതത്വ ബോധമായിരിക്കും അവിടെ, എന്തോ ഒരു ആത്മാഭിമാനമായിരിക്കും അവിടെ. ഈ പുരുഷന്മാരെ എനിക്ക് ധൈര്യമായിട്ട് സമീപിക്കാമല്ലോ എന്നുള്ള ബോധമല്ലേ, അല്ലേ? അല്ലാതെ മറ്റെന്തെങ്കിലും രീതിയിൽ കാണുന്ന പുരുഷനെ എങ്ങനെയായിരിക്കും അവർ നോക്കുക? അപ്പം ഇതാണ് പുരുഷത്വം. ഈ പുരുഷത്വത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഡെഫിനിഷൻ മനസ്സിലായല്ലോ അല്ലേ? ഈ ഭാവം ഇത് പുരുഷൻ്റെ ഒരു സഹജ ഭാവമായിട്ട് മാറണം നമ്മുടെ എല്ലാം ഉള്ളിലേക്ക്, അതങ്ങനെ ആഴ്ന്നിറങ്ങട്ടെ. ഇനി നമുക്ക് സ്ത്രീയെക്കുറിച്ച് പറയാം. അപ്പോൾ ഒരു യുവതിയിൽ നിന്ന് ഭാര്യയിലേക്ക് എത്ര ദൂരമുണ്ട്? ഒരു യുവതിയിൽ നിന്ന് ഭാര്യയിലേക്ക് പോകാൻ എത്ര ദൂരമുണ്ട്? അധികം ദൂരമൊന്നുമില്ല നിങ്ങൾ കരുതിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഇതിപ്പോൾ കഴിഞ്ഞാൽ ഒരു ചെറുക്കൻ വന്നാൽ കെട്ടാം, റെഡിയാണ്. പക്ഷെ കുറേ ചലഞ്ചസ് നമ്മുടെ മുമ്പിലുണ്ട്. ചലഞ്ചസ് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ചലഞ്ചസിനെ നമ്മൾ മനസ്സിലാക്കണം, മറികടക്കണം. നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞതാണ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയുണ്ട്. അപ്പോൾ എന്താണ് സ്ത്രീത്വം എന്ന് പറയുന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞത്, അത് അറിയില്ലായ്മ. അതേപോലെ ആത്മീയ സാധ്യതകളെക്കുറിച്ച് ആത്മീയ സാധ്യതകളൊന്നും ഇല്ലല്ലോ എന്നാണ് പൊതുവെ സ്ത്രീകൾ ചിന്തിക്കുന്നത് അല്ലേ? ഈ സഭയിലാണെങ്കിൽ ഒരു പരിപാടിയില്ല, മുഴുവൻ ഈ പുരുഷ മേധാവിത്വ പുരുഷ കേസരികളുടെ കയ്യിലാണല്ലേ. ബൈബിൾ എടുക്കാനോ പറയാനോ ഒന്നും ഒരു സാധ്യതയില്ലാത്ത ഒരു സഭ. അല്ല, ബന്ധകോസിലേക്ക് പോയി ഇച്ചിരി പ്രസംഗിക്കായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യാമെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടല്ലേ. എന്താ ആത്മീയ സാധ്യത? ഒരു ആത്മീയ സാധ്യത ഇല്ലെന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു ചിന്ത സ്ത്രീകൾക്കുണ്ട്. പിന്നെ വീട്ടുജോലി, ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് വീട്ടുജോലി, ഈ രാവിലെയും വൈകുന്നേരം ഇത് തന്നെ പരിപാടി. എന്തായാലും ഒരു കാര്യം എനിക്ക് എപ്പോഴും വളരെ തോന്നുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ പാത്രം കഴുകുന്ന പരിപാടി നിങ്ങൾ നമ്മിച്ചിരിക്കുന്നു. ഈ ഒരു പാത്രം നിങ്ങൾ ജീവിതത്തിൽ എത്ര തവണ 1000 പ്രാവശ്യം കഴുകിയിട്ടില്ലേ ഒരു പാത്രം? കാരണം പാത്രം നമ്മൾ ഡിസ്പോസിബിൾ എന്നല്ലോ അല്ല, എത്ര തവണ കഴുകിയിട്ടുണ്ട്. നമ്മളൊരു തവണ കഴുകുമ്പോൾ ഈ പാത്രം പറിച്ചിട്ട് കൊടുത്താൽ കൊള്ളാമായിരുന്നു എന്ന ചിന്തയാണ് വരുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ജോലിയും ജീവിതവും തമ്മിലുള്ള ഒരു അസന്തുലിതാവസ്ഥയാണ്. എന്ന് വെച്ചാൽ ഒരു ലൈഫ് വർക്ക് ബാലൻസ് അത് സൂക്ഷിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പ്രത്യേകിച്ച് ഇന്നത്തെ പെൺകുട്ടികൾ, ഇന്നത്തെ സ്ത്രീകൾ അധികവും ജോലി ചെയ്യുന്നവരാണ്. ഈ ജോലിയും ജീവിതവും തമ്മിൽ ഒന്ന് ബന്ധിപ്പിച്ച് കൊണ്ടുപോകാൻ, അതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതേപോലെ ഈ ഡോക്ടർ റോളുകളൊക്കെ മാറി ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ എങ്ങനെയാണ് സമൂഹത്തിൽ ജീവിക്കുക എന്നതിനെക്കുറിച്ചുള്ള പഴയ കാഴ്ചപ്പാടുകളൊക്കെ മാറി. ഇന്നത്തെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം. പണ്ടെന്ന് വെച്ചാൽ ചേച്ചിമാരും അനിയത്തിമാരും കൊണ്ടായിരുന്നു, ഒരു കുടുംബത്തിൻ്റെ മൊത്തം ഒരു പശ്ചാത്തലത്തിലായിരുന്നു ഈ ബന്ധങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിൻ്റെ ഒക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഫെമിനിസം തീർച്ചയായിട്ടും വലിയ ഒരു ഇഫക്റ്റ് സ്ത്രീകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മോശടന്മാരും ഒരു ബോധമില്ലാത്തവരും ഒരു സൗന്ദര്യ സങ്കല്പവും ഇല്ലാത്തവരായിട്ടുള്ള ഈ മനുഷ്യന്മാർ എന്തൊരു സഹിക്കണം, ഇവന്മാരൊക്കെ സഹിച്ച് ഇവരുടെ കൂടെ ജീവിക്കേണ്ട കാര്യമെന്ത് എന്നൊരു ചിന്ത പല പെൺകുട്ടികൾക്കുമുണ്ട്. അതിനോട് അവർ പ്രതികരിക്കാറുമുണ്ട്. അങ്ങനെ അല്ലേ? ഇപ്പോൾ ഒരുപക്ഷെ ഗാമോഫോബിയ എന്ന് വെച്ചാൽ വിവാഹ പേടി എന്ന് പറയും, വിവാഹത്തോടുള്ള പേടി. ഈ വിവാഹ പേടി വർദ്ധിച്ചു വരുന്നു. അത് പെൺകുട്ടികൾക്ക്, സ്ത്രീകൾക്ക് വളരെ കൂടുതലായിട്ട് വരുന്നു. അതിന് കാരണം എന്ന് വെച്ചാൽ ഈ പുരുഷന്മാരെ പോലെയുള്ള ഈ കോന്തന്മാരുടെ കൂട്ടത്തിൽ എന്തിനു നമ്മുടെ ജീവിതം കളയുന്നു എന്നാണ് തോന്നുന്നത്. ഒരു അരസികന്മാരായിട്ടുള്ള ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ ഈ ഡ്രസ്സ് ഇട്ടിട്ട് കഴിഞ്ഞാൽ ഇത് നല്ല പച്ച ഡ്രസ്സിന് നല്ല നീലിയാണ് എന്നാണ് പുരുഷൻ പറയുക. അവനിത് കളറെന്ന് മനസ്സിലാവില്ല. അവന് 1-2 കളറേ ഉള്ളൂ. ചുമപ്പ് കണ്ടാൽ പിന്നെ ചുമപ്പ് എന്ന് പറയുമ്പോൾ പുരുഷൻ പറയട്ടോ. ഈ പച്ചയും നീലയും മഞ്ഞയും പിന്നെ നിങ്ങൾക്ക് 100,000 കളർ. നിങ്ങളുടെ കണ്ണുകൾ വളരെ കളർഫുൾ കണ്ണുകളാണ്. നിങ്ങളുടെ കണ്ണുകൾ ഈ കളറുകളൊക്കെ സെൻസ് ചെയ്യും. ഇവന്മാരെ ചോദിച്ചു നോക്കി, ഇപ്പം ഇതിൻ്റെ കളർ എന്താണെന്ന് വെച്ചാൽ ഇവർ പറയില്ല. എന്നുവെച്ചാൽ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട എനിക്കറിയാവുന്നൊരു പുരുഷൻ, ഒരു ചെറുപ്പക്കാരൻ, അവൻ്റെ വീട്ടിൽ പെയിൻ്റ് അടിക്കുക. അപ്പോൾ അവനോട് ചോദിച്ചാൽ എന്താ പെയിൻ്റ് അടിക്കണേ? അല്ല, എന്താ ഇപ്പോൾ കളർ? അവനറിയില്ല. അത് കളർ പോലും ശ്രദ്ധിച്ചിട്ടില്ല. കാരണം അത്രയേ ഉള്ളൂ പൊതുവേ പുരുഷന്മാർ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ മനുഷ്യന്മാരൊക്കെ എങ്ങനെ സഹിക്കും എന്നായിരിക്കും നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ ഫെമിനിസ്റ്റ് ആശയങ്ങളൊക്കെ ധാരാളം വന്നിട്ടുണ്ട്. പിന്നെ വൈകാരികമായിട്ട് വേരിയേഷൻസ്, അത് സ്ത്രീകളുടെ ഒരു സഹജ പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഈ പീരിയഡ്സുമായിട്ട് ബന്ധപ്പെട്ടും ഹോർമോണൽ ചേഞ്ചസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റോളർ കോസ്റ്റർ അതിലുണ്ട്, ഇങ്ങനെ കയറ്റിറക്കലുണ്ട്, അതുണ്ട്. അപ്പോൾ ഇതൊക്കെ പിന്നെ മാതൃമഹത്വം എന്ന് വെച്ചാൽ ഈ വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ മക്കളുണ്ടാവും, ഈ മക്കളുടെ കാര്യങ്ങൾ നോക്കണം, അവരെ കുറേ കാലം, അത് നമ്മുടെ ഒരുപാട് ആക്ടിവിറ്റി റെസ്ട്രിക്റ്റ് ചെയ്യും, നമ്മുടെ സ്വാതന്ത്ര്യത്തെ റെസ്ട്രിക്റ്റ് ചെയ്യും, അവർക്ക് വേണ്ടി ജീവിതം കൊടുക്കണം. ഈ കുഞ്ഞുങ്ങൾ രാത്രി കിടന്ന് കരയും. മിക്കവാറും കുഞ്ഞുങ്ങളുടെ സ്ഥിരം പരിപാടി എന്ന് വെച്ചാൽ പകൽ നന്നായിട്ട് ഉറങ്ങി രാത്രി കരയുകയും ചെയ്യുന്നുള്ളതാണ്. അത് നമ്മളെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി തന്നെ പിള്ളേർ ചെയ്യുന്ന കാര്യം അത്. അപ്പോൾ ഇതിനെ ബാലൻസ് ചെയ്യാന്ന് വെച്ചാൽ വലിയൊരു ചലഞ്ചാണ്. അപ്പോൾ ചിലപ്പോൾ ഒന്ന് കൊടുത്താലോന്ന് തോന്നും. കാരണം ഈ കൊച്ചു കിടന്ന് രാത്രി പകൽ വളരെ കൂളായിട്ട് കിടന്ന് തുടങ്ങി രാത്രി കരയുകയും ചെയ്യുന്ന പിള്ളേർ, അങ്ങനെ നമ്മളെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി തന്നെ ചെയ്യുന്ന പിള്ളേരൊക്കെ ഉള്ള ഈ പിള്ളേരെ മാനേജ് ചെയ്യണം. ഇങ്ങനെയുള്ള നിരവധി ചലഞ്ചസ് നമ്മുടെ മുമ്പിലുണ്ട്.
അപ്പോൾ എന്താണ് ഒരു 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 ഭാര്യയുടെ ചിത്രം എന്ന് ചോദിച്ചാൽ, ഭാര്യയുടെ മോഡൽ ആരാ? എന്താണ് ഭാര്യയുടെ മോഡൽ? ബൈബിൾ പറയുന്ന മോഡൽ പുരുഷൻ്റെ മോഡൽ ക്രിസ്തുവാണല്ലേ. എന്നാൽ ബൈബിൾ അതേപോലെ തന്നെ ഭാര്യയ്ക്ക് പറയുന്ന മോഡൽ എന്താ? ചർച്ചാണ് അല്ലേ. ബൈബിൾ പറയുന്ന മോഡൽ ചർച്ചാണ്. ചർച്ച് എന്നുള്ള മോഡലാണ്. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ വൈഫ് ഈസ് ദ റിഫ്ലക്ഷൻ ഓഫ് ദി ചർച്ച് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിൽ ഹെർ ഡിവോഷൻ ആൻഡ് ഹെർ അഫെക്ഷൻ, ഹെർ ജോയ്ഫുൾ സബ്മിഷൻ, ഹെർ വില്ലിങ്നെസ് ടു ഹെൽപ്പ്, ഇതെല്ലാം അതിലുണ്ട്. ഇതെല്ലാം ചേർന്നതാണ് ഒരു 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 ഭാര്യ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡിവോഷനുണ്ട്, അഫെക്ഷനുണ്ട്, സബ്മിഷനുണ്ട്. സബ്മിഷൻ ജോയ്ഫുള്ളാണ്. എന്നുവെച്ചാൽ സബ്മിഷന് ഒരു റോങ് കനോട്ടേഷൻ വരുന്നതുകൊണ്ടാണ് നമ്മൾ ആ വാക്ക് അതിനോട് ചേർക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കീഴടങ്ങൽ എന്നുള്ള വാക്ക് പോലെ നമ്മളെ പിന്നോട്ടടിക്കുന്ന പിന്തിരിപ്പൻ വാക്ക് വേറെയില്ല. അപ്പോൾ അത് വാസ്തവത്തിൽ ജോയ്ഫുള്ളാണ് എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ ഈ ഹെൽപ്പ്, വാസ്തവത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞപ്പോൾ ഐ വിൽ മേക്ക് എ ഹെൽപ്പർ എന്നല്ലേ പറഞ്ഞല്ലേ, ഒരു 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 സഹായി ആയിട്ട് അല്ലേ. തക്ക തുണ എന്നാണ് നമ്മൾ പറയുന്നത്, തക്ക തുണ. വാസ്തവത്തിൽ ഈ തുണ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ, ഹെൽപ്പർ എന്ന വാക്ക് കേൾക്കുമ്പോൾ അതൊരു വേലക്കാരിയുടെ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരും. എന്നാൽ അങ്ങനെയല്ല ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ഹെൽപ്പർ എന്ന വാക്ക് ഏറ്റവും അധികം ഉപയോഗിച്ചിരിക്കുന്നത് ബൈബിളിൽ ആരെക്കുറിച്ചെന്നറിയുമോ? സാക്ഷാൽ ദൈവത്തെക്കുറിച്ചാണ്. വേലക്കാരനാണോ? കർത്താവിൻ്റെ തുണ, കർത്താവിൻ്റെ ഹെൽപ്പർ, എൻ്റെ സഹായി, ഞാൻ ആരെ പേടിക്കും അല്ലേ. എന്ന് വെച്ചാൽ ശക്തനും ബലവാനും സഹായിക്കാൻ കഴിയുവനും പ്രൊവൈഡ് ചെയ്യുന്നവനും എല്ലാത്തിനും ഉത്തരവുള്ളവനുമായിട്ടുള്ള സർവശക്തനായ ദൈവത്തെ വിളിച്ചിരിക്കുന്ന പേരാണ് ഹെൽപ്പർ. ആ പേരാണ് സ്ത്രീയെ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അഭിമാനിക്കാം, പുരുഷൻ്റെ ഹെൽപ്പറാണ് എന്നതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. അങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത്. മാത്രമല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഏസർ എന്ന വാക്ക്, ഹീബ്രു പണ്ഡിതന്മാരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഹെൽപ്പർ എന്ന വാക്കിന് ഉപയോഗിച്ചിരിക്കുന്ന ഏസർ എന്ന വാക്കിനെ കുറിച്ച് ഞാൻ വായിച്ചത് ESDR എന്ന വാക്കാണ്. അത്രയും പറഞ്ഞു. അത് ആ വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ somebody who is having resources the other person doesn't have എന്നാണ്. എന്നുവെച്ചാൽ മറ്റൊരാൾക്ക് ഇല്ലാത്ത വിഭവങ്ങളും ശേഷിയും പ്രാപ്തിയും ഉള്ള ഒരാളെയാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്ന് വെച്ചാൽ പുരുഷന് സഹായം ആവശ്യമുള്ള നിരവധി മേഖലകളുണ്ട്. അവിടെ അവൻ്റെ കയ്യിലൊരു കോപ്പുമില്ല. ആ സാധനങ്ങളൊക്കെ സഹായിക്കേണ്ടത് നിങ്ങളുടെ പണിയാണ്. അതിനാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഡോക്ടറെ നമ്മൾ വിളിക്കുന്നത് എപ്പോഴാണ്? ഡോക്ടർ വേലക്കാരനായതുകൊണ്ടല്ലോ. എൻ്റെ രോഗം മാറ്റാൻ, എൻ്റെ രോഗം കണ്ടുപിടിക്കാൻ, ചികിത്സ നടത്താനായിട്ട് പ്രാപ്തിയും ശക്തിയുള്ള ഒരാളാണ് ഡോക്ടർ. അപ്പോൾ ആ റോളാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഹെൽപ്പർ എന്ന് കേട്ട് നിങ്ങളങ്ങനെ അയ്യോ ഇതെന്തോ ഒരു നിസ്സാര ജോലി എന്ന മട്ടിൽ ചിന്തിക്കേണ്ട. നിങ്ങളും ചിന്തിക്കേണ്ട. രണ്ട് കൂട്ടർക്കും ആവശ്യമായിട്ടുള്ള പാരസ്പര്യത്തിൻ്റെ ബന്ധമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വാട്ട്സ് എ വുമൺ എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറയാം. ഈ കാര്യങ്ങൾ അവൾ വളരെ ഹെൽപ്പറാണ്, അവളുടെ വൈഫാണ്, അവൾ സ്ട്രോങ് ആണ്, അവൾ ടീച്ചറാണ്, മെൻറ്ററാണ്, എൻ്റർപ്രണറാണ്, കൈൻഡാണ്, മോഡസ്റ്റാണ്, സബ്മിസീവാണ്, ഹോം മേക്കറാണ്, ഡിപ്പെൻഡബിളാണ്, അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. എന്തൊക്കെ പറയാം, ഹംബിൾ, സിമ്പിൾ, നോബിൾ, എന്തൊക്കെ നമുക്ക് വിളിച്ച് പറയാം അല്ലേ. ഇതൊക്കെയാണ് സ്ത്രീ. ഇതെല്ലാം ചേർന്നതാണ് സ്ത്രീ. എത്ര വലിയ ഉദാത്തമായ ഉന്നതമായ സങ്കല്പങ്ങളാണ് സ്ത്രീത്വത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത്. അവൾ ഒരു വീട് നിർമ്മിക്കുന്നവളാണല്ലേ. ഹോം മേക്കറാണ്, ഹോം മേക്കർ അല്ലെ. ഇപ്പോൾ ജോലിക്ക് പോകണം എന്ന് നിർബന്ധമൊന്നുമില്ല, ജോലിക്ക് പോയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു ഹോം മേക്കിംഗ് എന്ന് പറയുന്നത് എന്ത് മനോഹരമായിട്ടുള്ള ജോലിയാണല്ലേ. ഒരു 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 ഭവനം നിർമ്മിക്കുന്ന സ്ത്രീയാണ്. ഒരു വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരണോ എന്നുള്ളത് വാസ്തവത്തിൽ ഒരു സ്ത്രീയുടെ തീരുമാനമാണ്. ആ വീട്ടിലേക്ക് ആരെങ്കിലും കയറി വരണമെന്നുള്ളത്. ഇനി വന്നാൽ രണ്ടാം പ്രാവശ്യം വരണമെന്നുള്ളത് തീർച്ചയായിട്ടും സ്ത്രീയുടേതാണ്. നിങ്ങൾക്കെല്ലാം അറിയാലോ അതല്ലേ. ഒരിക്കൽ വന്നവൻ വീണ്ടും വരാതിരിക്കണമെങ്കിൽ സ്ത്രീക്ക് നല്ല പങ്കുണ്ടതിൽ അല്ലേ. അപ്പോൾ ഈ നമ്മൾ ഓപ്പൺ ഹോംസിനെ കുറിച്ച് പറയുന്നു, സുവിശേഷത്തെക്കുറിച്ച് പറയുന്നു, അതിനുള്ള സാധ്യതകളെക്കുറിച്ച് പറയുന്നു. സ്ത്രീയാണ് വീട് തുറന്നിരുന്നത്, സ്ത്രീയാണ് അതിഥികളെ സ്വീകരിക്കുന്നത് അല്ലേ. ഈ പുരുഷന്മാർക്ക് ആളുകളെ വിളിച്ചുകൊണ്ട് വരാനൊക്കെ നല്ല ഉഷാറാണ്. മെൽമയുണ്ടോ പാലുണ്ടോ എന്ന് പോലും അവൻ നോക്കില്ല. വീട്ടിൽ വരുമ്പോൾ പഞ്ചസാര ഉണ്ടോ നോക്കില്ല. അവിടെ വരുമ്പോഴാണ് ഇതൊക്കെ ഉണ്ട്, ഗസ്റ്റ് വരുമ്പോഴാണ് ഇതൊക്കെ അറിയാം. എന്നാൽ ഒരു സ്ത്രീ ഒരാൾ വിളിക്കുമ്പോൾ അതിനു മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഹോം മേക്കിംഗ് വലിയൊരു കാര്യമാണ്. ഡിപ്പെൻഡബിളാണ്. അല്ലേ, അവരിങ്ങനെ വാക്ക് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുന്നില്ല. വളരെ ഡിപ്പെൻഡബിളാണ്. അവർ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അവരോട് കാര്യം പറഞ്ഞാൽ, ഭർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ പരിഗണിക്കും, അവരതിനോട് പ്രതികരിക്കും. അങ്ങനെ എന്തെല്ലാം ചെയ്യുന്നത്. എൻ്റർപ്രണർ നമ്മൾ പിന്നെ പ്രോവേർബ്സ് 31 വായിക്കുന്ന സ്ത്രീയെക്കുറിച്ച് വായിക്കുന്നുണ്ടല്ലോ അല്ലേ. വെർച്വസ് വുമൺ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എന്തെല്ലാം കാര്യങ്ങൾ, അവൾ പോകാത്ത മേഖലകളില്ല, ചെയ്യാത്ത കാര്യങ്ങളില്ല, എന്തെല്ലാം കാര്യങ്ങളാണ് അവൾ ചെയ്യുന്നത്. എത്ര ശക്തിയായിട്ടുള്ള സ്ത്രീയുടെ ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് സ്ത്രീത്വം, അല്ലെങ്കിൽ എന്താണ് ഒരു വൈഫ് എന്ന് പറഞ്ഞാൽ എന്ന് ചോദിച്ചാൽ, അതിന് നമുക്ക് ഈ പുരുഷനെക്കുറിച്ച് പറഞ്ഞതുപോലെ നമുക്കൊരു നിർവചനം എന്ന് പറയാൻ ശ്രമിക്കാം. അപ്പം നേരത്തെ പറഞ്ഞ നിർവചനവുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു നിർവചനമാണ്.
വ്യത്യസ്ത ബന്ധങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ യോഗ്യന്മാരായ പുരുഷന്മാരിൽ നിന്ന് ശക്തിയും നേതൃത്വവും സ്വീകരിച്ച് അംഗീകരിക്കാനും പരിലാളിച്ച് ഉറപ്പിക്കാനുമുള്ള സ്വതന്ത്ര ഭാവമാണ് സ്ത്രീത്വത്തിൻ്റെ കേന്ദ്രഭാവം എന്ന് പറയുന്നത്. അറ്റ് ദ ഹാർട്ട് ഓഫ് ദി മച്വർ ഫെമിനിനിറ്റി ഈസ് എ ഫ്രീയിങ് ഡിസ്പോസിഷൻ ടു അഫേം, റിസീവ് ആൻഡ് നർച്ചർ സ്ട്രെങ്ത് ആൻഡ് ലീഡർഷിപ്പ് ഫ്രം വർത്തി മെൻ ഇൻ വേയ്സ് അപ്രോപ്രിയേറ്റ് ടു എ വുമൺസ് ഡിഫറിങ് റിലേഷൻഷിപ്പ്. സ്ത്രീക്ക് പല ബന്ധങ്ങളുണ്ട്. പിതാവിനോടുള്ള ബന്ധമുണ്ട്, ചേട്ടന്മാരോട് ബന്ധമുണ്ട്, മറ്റ് പുരുഷന്മാരോട് ബന്ധമുണ്ട്, ടീച്ചറോട് ബന്ധമുണ്ട്, ഇങ്ങനെയുള്ള നിരവധി ബന്ധങ്ങളുണ്ട്, ഭർത്താവിനോട് ബന്ധമുണ്ട്. ഈ എല്ലാ ബന്ധങ്ങളിലും അവളുടെ ഒരു സഹജ ഭാവമുണ്ട്, അവളുടെ അവരുടെ ഉള്ളിലെ ഒരു സഹജ ബോധമുണ്ട്. ആ ബോധമാണ് സ്ത്രീത്വം എന്ന് പറയുന്നത്. എന്താണ് ആ ബോധം? അതൊരു ഫ്രീയിങ് ഡിസ്പോസിഷൻ ആണ്. അതിലെന്തെല്ലാം ഉണ്ടെന്ന് ചോദിച്ചാൽ ടു അഫേം, റിസീവ്, നർച്ചർ, സ്ട്രെങ്ത് ആൻഡ് ലീഡർഷിപ്പ് ഫ്രം വർത്തി മെൻ. ഒരു യോഗ്യരായ പുരുഷന്മാരെ കണ്ടെത്തി ആ യോഗ്യരായ പുരുഷന്മാരോട് ചേർന്ന് നിൽക്കാൻ, അവരുടെ നേതൃത്വത്തെ അംഗീകരിച്ച് ഒപ്പം നിൽക്കാൻ, ശക്തിപ്പെടുത്താൻ, അതിനോട് ആ ദൗത്യത്തോട് സഹകരിക്കാൻ ഒക്കെയുമുള്ള ഒരു സ്വതന്ത്ര ഭാവം. ആ ഭാവമാണ് സ്ത്രീത്വം. അപ്പോൾ ഇത് ഒരു തരത്തിലും ഇൻഫീരിയോറിറ്റി അല്ല, ഇത് ഒരു തരത്തിലും ചെറുതാക്കുന്ന പരിപാടിയല്ല, ഇത് വളരെ ചേർന്ന് പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് സ്ത്രീകളെ മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായിട്ടുള്ള ആശയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളെ കുടുംബ ബന്ധത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിറയേണ്ട ഭാവം ഇതാണ്. പുരുഷനാരെന്ന് പുരുഷൻ മനസ്സിലാക്കുക. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ 2 വാക്കുകളിലേക്ക് വേണ്ടി ഒതുക്കാം. ലവിങ് ലീഡർഷിപ്പ്, അതേപോലെ ഗ്ലാഡ് സബ്മിഷൻ. ആ 2 വാക്കുകൾ അത് ആ ആശയം തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇതും ജോൺ പൈപ്പറുടെ ഒരു പ്രസ്താവനയാണ്. അപ്പോൾ എന്താണ് വിവാഹം എന്ന് ചോദിച്ചാൽ, ഈ പാട്ട് നമുക്കെല്ലാം അറിയാം അല്ലേ? തുടക്കം മാംഗല്യം തന്തുനാനേന, അല്ലേ? കേട്ടിട്ടില്ല? നിങ്ങളാരും കേട്ടിട്ടില്ല? ഇത്രമാത്രം ഭക്തന്മാരായ ആളുകളാണല്ലേ. ക്ഷമിക്കണം. അയ്യോ, ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചു. എനിക്ക് അവളുടെ വാക്ക് വളരെ ഇഷ്ടപ്പെട്ടു, പാട്ട് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം നല്ല രസമുള്ളൊരു ട്യൂണാണ് അല്ലേ? കേട്ടാൽ തന്നെ ഡാൻസ് ചെയ്യാൻ തുടങ്ങും അല്ലേ? തുടക്കം മാംഗല്യം തന്തുനാനേന, അല്ലേ? അത് കേൾക്കുമ്പോൾ തന്നെ സ്റ്റെപ്പ് വരും. പിന്നെയോ അടുത്ത വരി എന്താണ്? പിന്നെ ജീവിതം തുന്തനാനേന, അല്ലേ? മറ്റത് തന്തുനാനേന ആണെങ്കിൽ തുന്തനാനേന. ഈ മാംഗല്യം തന്തുനാനേന എന്താണെന്നറിയോ? അതൊരു ഒരു സംസ്കൃത ശ്ലോകമാണ്. മാംഗല്യം തന്തുനാനേന എന്നുള്ളതാണ് ഇത് കിട്ടുന്നത്. എന്ന് വെച്ചാൽ ഞാൻ നിന്റെ കഴുത്തിൽ ചാർത്തുന്ന ഈ മാംഗല്യ സൂത്രം, ഇത് താലി, ഈ താലി നിന്നോടുള്ള എൻ്റെ 1000 വർഷത്തെ ജീവിതത്തിൻ്റെ തുടക്കമാണ്. ഇതിന് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായിരിക്കട്ടെ, ദേവതകൾ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ മന്ത്രം ചൊല്ലി കെട്ടിക്കിടക്കുന്ന ഈ ഹൈന്ദവ വിവാഹങ്ങൾ ഒരു മാന്ത്രിക വിവാഹങ്ങളാണല്ലോ. മാന്ത്രികം എന്ന് വെച്ചാൽ മാജിക്കല്ല, ഇതിൽ താന്ത്രിക വിധികൾ പ്രകാരമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ സമ്മതമൊന്നും പ്രശ്നമൊന്നുമല്ല, സമ്മതം ഒരു വിഷയമല്ല. ഈ വിധികൾ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഡാടാടാ എന്ന് ചൊല്ലി കെട്ടിക്കഴിഞ്ഞാൽ കെട്ടി, അതുപോലെ സിന്ദൂർ അണിയിച്ച് തീർന്നു, പിന്നെ വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് പശുവിനെ കല്യാണം കഴിക്കാം, പിന്നെ മരത്തെ കല്യാണം കഴിക്കാം, പട്ടിയെ കല്യാണം കഴിക്കാം, ഒക്കെ ചെയ്യാം. ഈ സംഭവം ചെല്ലിയാൽ മതി. അപ്പോൾ അത് ചെല്ലുന്ന ഒരു മന്ത്രമാണ് മാംഗല്യം തന്തുനാനേന. അപ്പോൾ ഇത് സുന്ദരമാവട്ടെ, ഈ ജീവിതം ഏറ്റവും അനുഗ്രഹപൂർണ്ണമാവട്ടെ, ഐശ്വര്യപൂർണ്ണമാകട്ടെ, ഈ താലി അങ്ങനെ നിൻ്റെ കഴുത്തിൽ എപ്പോഴും നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കെട്ടുന്നത്. പക്ഷെ അടുത്ത ലൈൻ ഇത് എഴുതിയ ആൾ എഴുതിയേക്കണത്, പിന്നെ ജീവിതം വരുമ്പോൾ എന്താ? തുന്തനാനേന. എന്ന് വെച്ചാൽ തുടക്കം എങ്ങനെയാണ്? ഭയങ്കര ഗംഭീരമാണ്, കുറച്ച് കഴിയുമ്പോഴേക്കും തുന്തനാനേന. എന്ന് വെച്ചാൽ എന്താണെന്ന് പോലും അർത്ഥമില്ല, അതിന് വെറുതെ പറഞ്ഞ കളിയാക്കി പറഞ്ഞ വാക്കാണ്. അപ്പോൾ എന്താണ് വിവാഹം എന്ന് ചോദിച്ചാൽ, ഇതാണ് ഇന്നത്തെ ലോകം, ഈ വോക്ക് കൾച്ചർ, ഈ വോക്കിസം നമ്മെ പഠിപ്പിക്കുന്നത്. മാംഗല്യം തന്തുനാനേന, അത് ഫോട്ടോഷൂട്ട് മുതൽ തുടങ്ങി അങ്ങനെ പണമൊക്കെ സ്പെൻഡ് ചെയ്ത് ഭയങ്കര ഗംഭീരമായ പരിപാടികൾ ചാടിയും പിടിച്ചും ഒക്കെ ആയിട്ട് നടക്കും. അതിനുശേഷം ജീവിതം കുറച്ച് കഴിയുമ്പോഴേക്കും തുന്തനാനേന എന്ന രീതിയിലേക്ക് പോകും. അതല്ല ക്രൈസ്തവ വിവാഹം. എന്താണ് ക്രൈസ്തവ വിവാഹം? അവിടെ ഇതെല്ലാം മാറി വലിയൊരു ബിഗ് പിക്ചർ നമ്മുടെ മനസ്സിലേക്ക് തെളിയുകയാണ്. ആ പിക്ചറാണ് പറയുന്നത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ശാശ്വത ഉടമ്പടിയെ ചിത്രീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന ദൃശ്യവും ശാരീരികവും താൽക്കാലികവുമായ ഉടമ്പടിയാണ് വിവാഹം. നമ്മൾ ഇന്നലെ വിവാഹത്തെക്കുറിച്ച് വേറെ ഡെഫിനേഷൻ പറഞ്ഞു. ഈ ഡെഫിനേഷൻസ് ഒന്നും മറ്റേ ഡെഫിനേഷൻ ഇല്ല എന്നല്ല, ആ ഡെഫിനേഷൻ്റെ പുറത്തുണ്ടാക്കിയ വേറെ ഡെഫിനേഷനാണിത്. ഇത് ഈ പറഞ്ഞ ഈ കൾച്ചറൽ ചലഞ്ചസ് ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തയ്യാറാക്കിയ ഒരു ഡെഫിനേഷനാണ്. അപ്പോൾ ഇത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ശാശ്വത ഉടമ്പടി, അല്ലേ? പൗലോസ് ഒറ്റ
ഒറ്റ ശ്വാസത്തിൽ ഒരു പുരുഷനെയും സ്ത്രീയെയും കുറിച്ചും ക്രിസ്തുവിനെയും സഭയെയും കുറിച്ചും പറയുമ്പോൾ ഒരു മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യനും ഒരു സ്ത്രീയും, എല്ലാ ബലഹീനതകളും പ്രശ്നങ്ങളും ഉള്ള ഒരു മനുഷ്യനും സ്ത്രീയും കല്യാണം കഴിച്ചു പോകുന്ന ചിത്രം മനസ്സിൽ വെച്ചുകൊണ്ട് അതിൽ നിന്ന് ഒരൊറ്റ പോക്ക് സ്വർഗത്തിലേക്ക്, അല്ലേ, സഭയും ക്രിസ്തുവും തമ്മിലുള്ള സുന്ദര മാംഗല്യത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ ആ ബന്ധം ആണ് ഇവിടെയും നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ അതൊരു വിസിബിൾ, ഫിസിക്കൽ, ടെമ്പറൽ covenant that pictures, embodies and points to the eternal covenant between Christ and the church. എത്ര സുന്ദരമാണല്ലേ. അപ്പം നമ്മൾ കല്യാണം കഴിക്കുന്നതേ, ഈ കല്യാണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള പരിപാടിയൊന്നുമല്ല, അത് ഓർത്തോണം കേട്ടോ. നിങ്ങൾ കല്യാണം, ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച്, നിങ്ങളൊരു പുരുഷനെ കണ്ടുപിടിച്ച്, നിങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ട് സംസാരിച്ചു. ദിസ് ഈസ് നോട്ട് എ മാറ്റർ ബിറ്റ്വീൻ യു ടു. ഇത് നിങ്ങൾ തമ്മിലുള്ളൊരു കാര്യമല്ല. ഈ കല്യാണം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ പരിപാടിയാണ്, ദൈവത്തെക്കുറിച്ചുള്ള പരിപാടിയാണ്, ദൈവത്തെ കാണിക്കുന്ന പരിപാടിയാണ്, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ശാശ്വത ബന്ധത്തെ കാണിക്കുന്ന പരിപാടിയാണ്. നിങ്ങളുടെ പരിപാടിയൊന്നുമല്ല അത്. നമുക്ക് അങ്ങനെ സമീപിക്കാൻ പറ്റില്ല. ഇതെൻ്റെ കല്യാണം, ഞാൻ നടത്തും, അങ്ങനെയൊന്നും പറയരുത്. അങ്ങനെ ഒരു പരിപാടിയില്ല. ഇത് നമ്മുടെ കല്യാണമല്ല, ഇത് നിങ്ങളുടെ കല്യാണമല്ല, നിങ്ങളുടെ മാതാപിതാക്കളുടെ കല്യാണമല്ല, സഭക്കാരുടെ കല്യാണമല്ല, ഇത് ദൈവത്തിൻ്റെ കല്യാണമാണ്. ദൈവത്തിൻ്റെ സഭയും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ശാശ്വതവും നിത്യവും സുന്ദരവുമായ ബന്ധത്തിൻ്റെ ഏറ്റവും നല്ല പ്രകടനമായി തീരാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഫിസിക്കൽ, ടെമ്പറൽ, വിസിബിൾ മോഡലാണ് വിവാഹം എന്ന് പറയുന്നത്. അപ്പം ചുമ്മാ വെറും പരിപാടിയൊന്നുമല്ല കേട്ടോ. നിങ്ങൾ വലിയ കാര്യം ചെയ്യാൻ പോവുകയാണ്, ഭയങ്കരമായ കാര്യത്തിലേക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു ധാരണ വേണം. ഞാൻ കല്യാണം കഴിക്കുന്നത് ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്, ഇത് എനിക്ക് വേണ്ടിയോ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയോ അല്ല. അതെല്ലാം അവിടെ ഉണ്ട് കേട്ടോ. എനിക്ക് സുഖമുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് സുഖമുണ്ട്, സന്തോഷമുണ്ട്, നിങ്ങൾക്ക് ഷെയർ ചെയ്യാനൊക്കെ പറ്റും, അതെല്ലാം അതിലുണ്ട്. അതൊക്കെ അതിൻ്റെ എന്താ പറയുക, ടേക്ക് അവേസ് ആണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി ദാറ്റ് ഷോസ് ഗോഡ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്രൈസ്റ്റ് ആൻഡ് ദ ചർച്ച്. അപ്പോൾ ഇതൊരു കൗണ്ടർ കൾച്ചറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ കൗണ്ടർ കൾച്ചർ എന്ന് വെച്ചാൽ സമൂഹത്തോടും സംസ്കാരത്തോടും എതിര് നിൽക്കുന്ന, അതിനോട് ചേരാത്ത, അതിനോട് ഒരു ഇതിലും ഒത്തുപോകാത്ത ഒരു കാര്യമാണ്. അപ്പോൾ സുവിശേഷം വാർത്തെടുത്ത ഒരു ഭാഗത്തിൽ ഒരു പുരുഷനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ക്രിസ്തുവിനെ പോലെ പങ്കാളിക്ക് വേണ്ടി ജീവൻ നൽകി സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെയാണ്. ചെറുക്കന്മാരെ പണിയാട്ടോ. നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണെന്നറിയോ? കഴുത്ത് വെച്ച് കൊടുക്കണമെന്നാ. സാക്രിഫിഷ്യൽ സെൽഫ് ഗിവിങ് ലവ്. ചെറിയ ഡിമാൻഡല്ല കേട്ടോ. ഇത് ഏത് ഡിമാൻഡാണ് എളുപ്പം? ഇതിലേത് ഡിമാൻഡാണ് എളുപ്പം? പുരുഷനെക്കുറിച്ചുള്ള ഡിമാൻഡാണ്, സ്ത്രീയെക്കുറിച്ചുള്ള ഡിമാൻഡാണ് എളുപ്പം? പണ്ട് നിങ്ങൾ കേട്ടല്ലേ, പിന്നെ വീട്ടിൽ ഗസ്റ്റ് വന്നപ്പോൾ കോഴി പിന്നെ പന്നിയും തമ്മിൽ നടത്തിയ സംഭാഷണം കേട്ടല്ലേ? കോഴി ഗസ്റ്റ് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ കോഴി പറഞ്ഞു, ഞാൻ ഗസ്റ്റിന് വേണ്ടി ഞാൻ എൻ്റെ മുട്ട സംഭാവന ചെയ്യുമെന്ന് പറഞ്ഞു. മുട്ട കൊടുക്കാണ് എൻ്റെ സംഭാവന. അപ്പോൾ പിന്നെ വീട്ടുകാരൻ പറഞ്ഞായിരുന്നു, ഈ പന്നിയെ നമുക്ക് കൊല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പന്നി പറഞ്ഞു, നീ നിൻ്റെ മുട്ട സംഭാവന ചെയ്തു, ഞാൻ എൻ്റെ ജീവനാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞ പോലെയാണ് പുരുഷന്മാരെ, നിങ്ങളുടെ ജീവൻ കൊടുക്കാനാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. സെൽഫ് സാക്രിഫൈസിങ് ലവ്. ഒരു പേടിയില്ല. നമ്മൾ വിറയ്ക്കേണ്ട കാര്യമാണ്. കാരണം നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി സാക്രിഫിഷ്യൽ ലവിനുള്ള വിളിയാണ്. ചുമ്മാ എളുപ്പത്തിലുള്ള പരിപാടിയല്ല. അതിനോട് ചേർന്ന് നിൽക്കാൻ നിങ്ങൾക്ക് എന്ത് എളുപ്പമാണ് അല്ലേ? എന്തൊരു എളുപ്പമാണല്ലേ? ജീവൻ നൽകാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പുരുഷൻ്റെ ഒപ്പം നിൽക്കാൻ, അവൻ്റെ കൈയോട് ചേർത്ത് കൈപിടിക്കാൻ, അവൻ പറയുന്നത് കേട്ട് അവനോടൊപ്പം നടക്കാൻ എന്ത് സൗകര്യമല്ലേ? വളരെ എളുപ്പമാണ് നിങ്ങളുടെ വിളി. പക്ഷെ നമ്മളെന്താ എഴുതിക്കട, ഇത് ഈ മുസലന്മാർ, ഈ ആളുകൾ എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ പല ചിന്തിച്ച് പോവുകയാണെങ്കിലല്ല, വളരെ എളുപ്പത്തിൽ നടക്കേണ്ട. ഇത് രണ്ടും ഒരുപോലെ പോയാൽ വളരെ സുന്ദരമായിട്ട് പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ബന്ധം അത് വളരെ നിസ്തുല്യമായിട്ടുള്ള ഒരു കൗണ്ടർ കൾച്ചറൽ ബന്ധമാണ്. അപ്പോൾ ഇനി സെക്ഷുവാലിറ്റിയെക്കുറിച്ചൊരു വാക്ക്, സെക്ഷുവാലിറ്റിയെക്കുറിച്ചൊരു വലിയ സെഷൻ നമുക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. ഇത് രണ്ടും, ഇത് കുടുംബ ബന്ധത്തിലാണല്ലോ സെക്ഷുവാലിറ്റി എക്സ്പ്രസ് ചെയ്യപ്പെടേണ്ടത്. അങ്ങനെ പറയുമ്പോൾ ഒരു വാക്ക് എനിക്ക് പറയാനുള്ളതാണ്, സ്പിരിച്വാലിറ്റി ആൻഡ് സെക്ഷുവാലിറ്റി ആർ പാരലൽ ലോങ്ങിങ്സ്. പാരലൽ ലോങ്ങിങ്സ് എന്ന് വെച്ചാൽ ഒരു സമാന്തരമായിട്ടുള്ള അഭിനിവേശങ്ങളാണ്, സമാന്തരമായിട്ടുള്ള ആഗ്രഹങ്ങളാണ്. എന്ന് വെച്ചാൽ സെക്ഷുവാലിറ്റിയിൽ സ്പിരിച്വാലിറ്റി, എന്താ സ്പിരിച്വാലിറ്റി? വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി? വാട്ട് ഈസ് ട്രൂ സ്പിരിച്വാലിറ്റി? ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബൈബിളിൽ നിന്ന് എടുത്ത ഒരു ഉദാഹരണത്തിൽ പറഞ്ഞാൽ, നോയിങ് ഗോഡാണ്. എന്ന് വെച്ചാൽ ടു നോ ഗോഡ് ആൻഡ് ടു ബി നോൺ ബൈ ഗോഡ്. അതാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ, അല്ലേ? പൗലോസ് പറഞ്ഞില്ലേ, ഞാൻ അവനെ അറിയേണ്ടതിന്. എന്നുവെച്ചാൽ പൗലോസിന് ക്രിസ്തുവിനെ അറിയില്ലായിരുന്നോ? എങ്കിലും പൗലോസ് പറഞ്ഞു, എൻ്റെ ജീവിത ലക്ഷ്യം ഞാൻ അവനെ അറിയേണ്ടതിന്, ദാറ്റ് ഐ മേ നോ ഹിം എന്ന് പറഞ്ഞാൽ പൗലോസ് പോയത്, അല്ലേ? അതാണ്
ആത്മീയത എന്ന് പറഞ്ഞാൽ. ലൈംഗികത എന്ന് പറഞ്ഞാലോ ബൈബിളിൽ അതേ വാക്ക ഉപയോഗിച്ചിട്ടില്ല അല്ലേ? നമ്മുടെ ഹീബ്രു യൂഫമിസം എന്താ ബൈബിളിൽ? സെക്സ് എന്നൊരു വാക്ക് ബൈബിളിലില്ല കേട്ടോ, ഹീബ്രുവിൽ ഒരു വാക്കില്ലെന്ന് പറഞ്ഞേ. അങ്ങനെ കേട്ടോ ഞാൻ കേട്ടേക്കണത്. നിങ്ങൾ ഇനി പണ്ഡിതന്മാർ ഇത് പറയുന്നറിയില്ല. സെക്സ് എന്നൊരു വാക്കില്ല, സൈക്സികം എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞേക്കും. സെക്സിന് പകരം അവർ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? എന്താ പറഞ്ഞത്? ആദം ന്യൂ എന്നാ പറഞ്ഞാൽ, ന്യൂ അറിഞ്ഞു എന്നാണ്, അറിയുക എന്ന് വെച്ചാൽ പങ്കാളിയെ അറിയുന്ന സ്ഥലമാണ്, അറിയുന്ന ഇടമാണ് സെക്സ് എന്ന് വെച്ചാൽ മറ്റെല്ലാ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് ഏറ്റവും ഇൻറ്റിമേറ്റായിട്ട്, ഏറ്റവും സോ ക്ലോസ്, സോ ഇൻറ്റിമേറ്റ് ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ അറിയുന്ന ഇടമാണ് കിടപ്പറ എന്ന് പറയുന്നത്. അവിടെ മറ്റൊന്നുമില്ല, വസ്ത്രം പോലുമില്ല. അല്ലെങ്കിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ അവർ ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് ലജ്ജ തോന്നിയില്ല എന്നാണ്. കുഞ്ഞുണ്ണി പറഞ്ഞു ചൊക്കിളിയിൽ ഒരുത്തനുണ്ടായിരുന്നു, അവൻ ഇക്കിളി ഇട്ടുണ്ടായില്ല, എന്നിട്ട് 2 കുട്ടികളുണ്ടായി എന്ന് പറഞ്ഞു. അത് കുഞ്ഞുണ്ണിയുടെ പുസ്തകം. അപ്പോൾ ചൊക്കിളിയിലുള്ളിടത്തും ഇക്കിളി ഉണ്ടായില്ല, എന്നിട്ടും കുട്ടികളുണ്ടായി. അപ്പോൾ ഇച്ചിരി ഇക്കിളിയൊക്കെ ഉണ്ടാവും, അതൊക്കെ വേറെ കാര്യം. അപ്പോൾ അങ്ങനെ കുട്ടികളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ നടക്കുന്ന ഇടമാണ് കിടപ്പറ. അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ രണ്ടും പാരലലാണ്. എന്ന് വെച്ചാൽ ദൈവത്തെ അറിയാനും ദൈവത്താൽ അറിയപ്പെടാനുമുള്ള അദമ്യമായ ആഗ്രഹം സ്പിരിച്വാലിറ്റി ആണെങ്കിൽ, എൻ്റെ പങ്കാളിയെ ഏറ്റവും പൂർണ്ണതയിൽ, ഏറ്റവും ഡീപ്പറായിട്ട്, മറ്റൊരു മറവുമില്ലാതെ ഏറ്റവും ആസ്വദിച്ചറിയുന്ന ഇടമാണ് സ്ത്രീ പുരുഷ ബന്ധത്തിലെ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ദൈവവും പുരുഷനും സ്ത്രീയും തമ്മിലൊരു ട്രയാങ്കിൾ പോലെ ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്കുള്ള വലിയ വിളിയെ, അതിൻ്റെ ശ്രേഷ്ഠതയെ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. അത് പിതൃത്വത്തിലേക്കും മാതൃത്വത്തിലേക്കുമുള്ള ഒരു വിളി കൂടിയാണ്, മാൻഹുഡ് ആൻഡ് ഫാദർഹുഡ് ആൻഡ് മദർഹുഡ്. അപ്പോൾ ആ വിളി അവിടേക്കാണ് എത്തി നിൽക്കുന്നത്. അവിടെ മക്കളുണ്ട്, കാരണം നമ്മുടെ ഏറ്റവും വലിയ വിളി അതിലേക്കാണല്ലോ, പ്രൊക്രിയേറ്ററി വിളി കൂടിയാണത്. അതിൽ മക്കളുണ്ട്, മക്കളെ ജനിപ്പിച്ച് വളർത്തലുണ്ട്, അവരെ പുതിയ തലമുറ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകലുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് വലിയ താല്പര്യത്തോടെ, വലിയ ഉത്സാഹത്തോടെ കാണേണ്ട ഒരു ഇടം കൂടിയാണത്. അപ്പോൾ ചിൽഡ്രൻ ആർ നോട്ട് പ്രൊജക്ട്സ് ഓർ ബേർഡൻസ് ബട്ട് ദേ ആർ ഗിഫ്റ്റ്സ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് പിള്ളേരൊക്കെ പ്രൊജക്റ്റുകളാണ്. പ്രൊജക്ട് നമ്പർ 1, പ്രൊജക്ട് നമ്പർ 2. കാരണം നമ്മളെങ്ങനെയാണല്ലോ ടീം ലീഡറും പ്രൊജക്റ്റും വർക്കും ഒക്കെയാണ്. നമ്മുടെ വർക്ക് കൾച്ചർ മുഴുവൻ അങ്ങനെയാണല്ലേ, അങ്ങനെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ടാസ്കുകളാണ്, ഭയങ്കര ടാസ്കുകളാണ് അല്ലേ. ആ ടാസ്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് ഇതിന് ഗിഫ്റ്റായിട്ട്, ചെരിഷ് ചെയ്യാൻ പറ്റുന്ന ഗിഫ്റ്റുകളായിട്ട് കാണുക. അപ്പോൾ എന്നിട്ട് ഒരു കുഞ്ഞിനെ വളർത്തി അവനെ അങ്ങനെ ലോകത്തിലേക്ക് കൊടുക്കുക അല്ലേ. അവസാനം ഈ കുഞ്ഞ് നമ്മുടെ വീടിൻ്റെ പടിവിട്ട് അങ്ങനെ പുറത്തേക്ക് പോകും അല്ലേ. മക്കളൊക്കെ വളർത്തി കുറച്ച് കഴിയുമ്പോൾ എത്ര കാലം വരെ ഉണ്ടാവും ഇപ്പോഴത്തെ പിള്ളേർ? +2 മാക്സിമം. +2 തന്നെ ചിലപ്പോൾ കിട്ടുമെന്നറിയില്ല. അപ്പോൾ ഒരു 15 മുതൽ 17 വയസ്സിനുള്ളിൽ കുട്ടികൾ വീട്ടിൻ്റെ പടിവിട്ട് പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ ഈ പടിവിട്ട് പോകുമ്പോഴുണ്ടല്ലോ, ഈ 15 വയസ്സിനുള്ളിൽ ഇവനെ ഒരു വിശ്വപൗരനും ഒരു വിശ്വപൗരിയൊക്കെ ആക്കി മാറ്റാനായിട്ട്, ഈ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇവിടുത്തെ വെല്ലുവിളികളെ സ്വീകരിക്കാൻ, അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഉത്തമമായ ബോധ്യങ്ങളുള്ള ആളുകളായിട്ട്, ദൈവം ഏൽപ്പിച്ച വലിയ ദൗത്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആളുകളായിട്ട്, ഒരു വലിയ ഒരു ലോകവീക്ഷണമുള്ള ആളുകളായിട്ട് പുറത്തേക്ക് ഇറക്കാനായിട്ടുള്ള മഹത്തായ ദൗത്യമാണ് ഒരു പിതാവിനെയും മാതാവിനെയും ഏൽപ്പിച്ചിരിക്കുന്നത്. എന്ത് വലിയ ദൗത്യമാണല്ലേ. അങ്ങനെ ദാനിയേൽ ഒരു 15 വയസ്സ്, ചിലപ്പോൾ 14 വയസ്സുള്ളപ്പോഴാണ് സ്വന്തം നാട്ടിൽ നിന്ന് ബാബിലോണിലേക്ക് പോയത്. പക്ഷേ ഏൽപ്പിച്ച് അദ്ദേഹത്തെ എന്താണോ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അതിനു മുമ്പ് പഠിപ്പിച്ചു കൊടുത്തത്, ആ ബോധ്യങ്ങളനുസരിച്ചാണ് അദ്ദേഹം ജീവിച്ചത്. ബാബിലോണിൽ വെച്ച് ബൈബിൾ വായിക്കാൻ പോലും സാധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, പക്ഷേ ബോധ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൃത്യമായിട്ടുണ്ടായിരുന്നു. മോശയെക്കുറിച്ച് വായിക്കുമ്പോൾ 3.5 വയസ്സ് മുതൽ 5 വയസ്സ് വരെ ആയിരിക്കും ചിലപ്പോൾ മാതാപിതാക്കളുടെ കൂടെ ജീവിച്ചിട്ടുണ്ടാവുക. പക്ഷേ കൃത്യമായിട്ടുള്ള ബോധ്യങ്ങൾ അവൻ്റെ മനസ്സിലേക്ക് എത്തി, അവനങ്ങനെ വിശ്വപൗരനായിട്ട് മാറി. അതെന്തൊരു വലിയ സാധ്യതയാണല്ലേ. ഒരു മോശയെ, ഒരു പൗലോസിനെ, ഒരു ദാനിയേലിനെ ഒക്കെ അങ്ങനെ ലോകത്തിലേക്ക് സംഭാവന ചെയ്യാൻ കഴിയുന്ന ആളുകളാണ് നിങ്ങൾ. നിങ്ങളുടെ കൈകളിലാണ്, നിങ്ങളുടെ വിവാഹ ബന്ധത്തിലാണ് ഈ ലോകത്തിൻ്റെ മഹത്തായ സാധ്യത ഇനിയിരിക്കുന്നത്. ചുമ്മാ ആളുകളൊന്നുമല്ല കേട്ടോ. ഒന്ന് മസിലൊക്കെ പിടിച്ചോ, ഉഷാറായിക്കോ അല്ലേ, കോളറൊക്കെ ഉയർത്തി പിടിച്ചോ. നിങ്ങളെങ്ങനെ ലോകത്തെ കീഴടക്കാൻ പോകുന്ന മക്കളെ നിർമ്മിക്കുന്ന ആളുകളാണ്. എന്ത് വലിയ സാധ്യതയാണല്ലേ. പിതൃത്വത്തിൻ്റെ മഹാസാധ്യത, മാതാവിൻ്റെ മഹാസാധ്യത, ആ സാധ്യതയിലേക്കാണ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. അപ്പോൾ പുരുഷനും സ്ത്രീയും ആരെന്നറിഞ്ഞ്, അതിൻ്റെ ലോകത്തിൻ്റെ വെല്ലുവിളികളും ലോകം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന വികലമായിട്ടുള്ള ആശയങ്ങളെയും തിരിച്ചറിഞ്ഞ് വ്യക്തമായ ബൈബിളിൻ്റെ ബോധ്യങ്ങൾക്ക് ആധാരമാക്കി അതിൽ നിന്ന് പുരുഷത്വത്തിലേക്ക് വരാം, അതിൽ നിന്ന് ഭർത്താവിലേക്ക്, ഭാര്യയിലേക്ക് വരാം, കുടുംബത്തിലേക്ക് വരാം, മക്കളിലേക്ക് വരാം. അങ്ങനെ ഒരു മഹത്തായ സാധ്യത ദൈവം നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുകയാണ്.
ദൈവം നമ്മെ സഹായിക്കട്ടെ.